സമയം കാരണം നമുക്കറിയാം സോഷ്യൽ മീഡിയയൊക്കെ ഇന്ന് വളരെ ആക്റ്റീവായതുകൊണ്ട് എപ്പോഴും ഫോൺ വരും, എപ്പോഴും വാട്സാപ്പിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. കാരണം കുറച്ച് നേരം അറ്റൻഷൻ പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ എന്തായാലും അടുത്ത കുറച്ച് സമയത്തേക്ക് ബാക്കി എല്ലാ പ്രോഗ്രാമും ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ പറയുന്നത് മുഴുവനായിട്ടൊന്ന് കേൾക്കുക. കാരണം ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അതാണ്. കാരണം ശരിയായ കാര്യം ശരിയായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും നമുക്ക് നമ്മളെപ്പോഴും പറയില്ല, സമയം മോശമാണ്. സമയം മോശമാകുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ പൊതുവെ മനസ്സിലാവാറില്ല. സമയം നന്നാകുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ മനസ്സിലാവുന്നു. പക്ഷേ നമ്മളോട് ശ്രമിക്കണം. നമ്മളുടെ കണ്ണും കാതും തുറന്നിരുന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ അതിൻ്റെ ഡെപ്ത് മനസ്സിലാവുള്ളൂ. എല്ലാ ആൾക്കാരും നമ്മൾ പൊതുവെ മനസ്സിലായി എന്ന് പറയാറുണ്ട്. മനസ്സിലാകുന്നത് ഏത് ലെവൽ വരെ മനസ്സിലായി, എന്തുമാത്രം ഡെപ്ത് മനസ്സിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അടുത്ത കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സമയം ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യുവാണ്. അത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. അതാദ്യം പറയട്ടെ. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്നത്തെ കാലത്ത് ഇന്ന് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എനിക്കറിയില്ല, എൻ്റെ ജീവിതത്തിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ സമയത്ത് കിട്ടാവുന്ന ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ ഒന്നാണ്. ഇത് മാത്രമേ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല, ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ന്യൂ പാർട്ട്ണർ ഓറിയൻറ്റേഷൻ എന്നാണ് ഈ പ്രോഗ്രാമിന് പറയുന്നത്. ന്യൂ പാർട്ട്ണർ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഒരു ബിസിനസ് പാർട്ട്ണർ ആവുകയാണ് ചെയ്യുന്നത്. നാളെ ലക്ഷങ്ങളുടെയും കോടികളുടെയും ടേൺ ഓവർ ഉണ്ടാകാൻ പോകുന്ന ഒരു ബിസിനസ്സിൻ്റെ പ്രോജക്റ്റാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്ത് പറഞ്ഞ് വളരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സൈസായിരിക്കുമല്ലോ ഇതിന്. കാരണം ഇതിൻ്റെ സൈസ് മനസ്സിലാകണ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നുണ്ട് നാളെ ലക്ഷങ്ങളോ കോടികളോ ടേൺ ഓവർ വരുന്ന ഒരു വലിയൊരു ബിസിനസ് എംപയറിൻ്റെ പാർട്ട്ണറെ ഞാനങ്ങനെ വളരെ സീരിയസ് ആയിട്ടാണ് ഒരാളോട് പറയുമ്പോഴും ഞാൻ അങ്ങനത്തെ ബിസിനസ്സുകളെ ചെയ്യാറുള്ളൂ. ഒരു ബിഗർ ഒരു കാണാൻ പറ്റുന്ന ഒരു ബിസിനസ്സുകളെ ഞാൻ ചെയ്യാറുള്ളൂ. ഏകദേശം ഒരു 30-35 വർഷമായിട്ട് പല ബിസിനസ്സിലും എക്സ്പീരിയൻസ് ഉണ്ട്. വിജയിച്ചതുണ്ട്, അമ്പേ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്, വീണ്ടും നമ്മൾ റീബിൽഡ് ചെയ്തിട്ടുണ്ട്. ഈ എക്സ്പീരിയൻസ് അപ്സ് ആൻഡ് ഡൗൺസും ഒക്കെ ECG ഗ്രാഫ് പോലെ നമ്മൾ പോവുകയും താഴെയും മുകളിലേക്ക് വരികയും ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ചെയ്തവരെല്ലാം തന്നെ ബിഗർ സൈസുള്ള ബിസിനസ്സുകളെ ചെയ്തിട്ടുള്ളൂ. അതായത് സ്കെയിലബിൾ ലിവറേജബിൾ എന്ന് പറയും. സ്കെയിലബിൾ ലിവറേജബിൾ ബിസിനസ്സുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ സാധാരണ നമ്മളുടെ നാട്ടിൽ ചില ആൾക്കാർ ബിസിനസ് തുടങ്ങിയെന്ന് പറയുന്നു, വേറെ ചിലർ സ്റ്റാർട്ടപ്പ് തുടങ്ങിയെന്ന് പറയുന്നു. തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഈ അടുത്ത കാലത്ത് കുറേ കാലങ്ങളായിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളൂ സ്റ്റാർട്ടപ്പുകൾ എന്നാണ് പറയുന്നത്. സ്റ്റാർട്ടപ്പും നോർമൽ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പം വളരെ കുറവായിരിക്കാം, പക്ഷേ ടെക്നോളജി ഉപയോഗിച്ച് സ്കെയിലപ്പ് ചെയ്യാവുന്ന ബിസിനസ്സുകളെയാണ് സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത്. ഇപ്പം സാധാരണ നമ്മുടെ വീടിനടുത്ത് തുടങ്ങുന്ന ഒരു പലചരക്കയുടെ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കുക. കാരണം നമ്മൾ തന്നെ ഒരാൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ നടത്തുന്നു. അതായത് ഒരു മെഷീൻ ഓപ്പറേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. നാളെ മെഷീൻ ഓപ്പറേറ്റർ വരാൻ പറ്റിയില്ലെങ്കിൽ ആ മെഷീൻ പ്രവർത്തിക്കത്തില്ല. അതായത് നമ്മൾ ആക്റ്റീവായിട്ട് നടക്കുന്ന സമയത്ത് മാത്രമേ, ആക്റ്റീവായിട്ട് നിൽക്കുന്നൊരു സമയത്ത് മാത്രമേ ആ ബിസിനസ് റൺ ചെയ്യുള്ളൂ. അതൊരിക്കലും വളരാൻ സാധ്യത വളരെ ലിമിറ്റഡാണ്. അതിനെയാണ് നോർമൽ ബിസിനസ്സുകളെന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീടിനടുത്തൊക്കെ ഉള്ള പല കടകളിലും ഒരുപക്ഷെ നിങ്ങൾ ജനിച്ചപ്പം എനിക്കറിയാവുന്ന പല ആൾക്കാരുണ്ട് 50 വർഷം മുമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന കട ഈ അടുത്ത കാലത്ത് കുറച്ച് മൊബൈലിൻ്റെ ബോർഡോ അങ്ങനത്തെ കുറച്ച് ബോർഡുകളൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ ആ നടത്തിക്കൊണ്ടിരുന്ന ചേട്ടൻ്റെ മുടി നരച്ചു, പല്ല് കൊഴിഞ്ഞു എന്നൊക്കെ ഉള്ളതല്ലാതെ വേറെ ഡിഫറൻസ് ഒന്നും നമുക്ക് കാണാനില്ല. അതേ സ്ഥാനത്ത് ചില ആൾക്കാർ ഒരു ചെറിയതായിട്ട് ഒരു മുറിയിൽ ഒരു ബിസിനസ് തുടങ്ങുന്നു, വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്, കുറച്ച് കാലം കഴിഞ്ഞ് കേൾക്കുന്നു ഇന്ത്യ മുഴുവൻ അവർക്ക് ബ്രാഞ്ചുകളായി, ഇന്ത്യ മുഴുവൻ ഫ്രാഞ്ചൈസിയായി, അവർ ഇത് ചെയ്യാൻ പോകുന്നു, പബ്ലിക് ഇഷ്യൂ തുടങ്ങാൻ പോകുന്നു എന്ന് കേൾക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കുന്നു. അവരൊക്കെ വലിയ മുതൽ മുടക്കുള്ളത് കൊണ്ടല്ല, അവർ ലിവറേജബിൾ ആൻഡ് സ്കെയിലബിൾ ബിസിനസ് ചെയ്തതുകൊണ്ടാണ്. ലിവറേജബിൾ ആൻഡ് സ്കെയിലബിൾ ബിസിനസ്സിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. ഇപ്പോൾ NIT എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ സെൻറ്റർ അദ്ദേഹം ഡൽഹിയിൽ രാജേന്ദ്ര പവാർ എന്ന് പറഞ്ഞ ഒരാൾ തുടങ്ങിയ സമയത്ത്, അതേ സമയത്ത് കൊച്ചിയിലും കേരളത്തിലും പല സ്ഥലത്തും കമ്പ്യൂട്ടർ സെൻറ്റർ തുടങ്ങിയായിരുന്നു. പക്ഷേ പല ആൾക്കാരും പൂട്ടിപ്പോയി. ചില ആൾക്കാർ സർവൈവ് ചെയ്തു, ചില ആൾക്കാർ പൂട്ടിപ്പോയി. പക്ഷേ ഡൽഹിയിൽ തുടങ്ങിയ രാജേന്ദ്ര പവാർ NIT തുടങ്ങിയിട്ട് അദ്ദേഹം ഇന്ത്യ മുഴുവൻ വന്ന് പൈസ മുടക്കി കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങുകയല്ല ചെയ്തത്. അവർ ചെയ്തത് അവർ കൂടുതൽ ഇതിനെ സ്കെയിലപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഉള്ളൊരു ബിസിനസ് മോഡലാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അപ്പോൾ രാജേന്ദ്ര പവാർ എന്ന് പറഞ്ഞ ആൾ അവിടെ തുടങ്ങിയത് ഇന്ത്യ മുഴുവൻ ഫ്രാഞ്ചൈസിയായി ഏകദേശം 4000-ലധികം ഫ്രാഞ്ചൈസി തുടങ്ങി. അതായത് അദ്ദേഹത്തിന് ആകെ കൂടി 8 മണിക്കൂറായിരുന്നു ഡൽഹിയിൽ, അല്ലെങ്കിൽ ഇവിടെ സാധാരണ ഒരാൾ വർക്ക് ചെയ്യുന്ന ഒരാൾ 8 മണിക്കൂറായിരിക്കും പ്രവർത്തിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ എറണാകുളത്തൊക്കെ തുടങ്ങി, അല്ല പല സ്ഥലങ്ങളിൽ തുടങ്ങിയവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ 8 മണിക്കൂറിൻ്റെ ഔട്ട്പുട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ രാജേന്ദ്ര പവാറിനുണ്ടായത് 4000 ഫ്രാഞ്ചൈസിയുടെ 8 മണിക്കൂർ. അതായത് എത്രയായി?
എന്നാൽ 32,000 മണിക്കൂറിൻ്റെ ഔട്ട്പുട്ടാണ് ഒരു ദിവസം കിട്ടുന്നത്. നോർമൽ ഒരാൾക്ക് 8 മണിക്കൂറിൻ്റെ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ അദ്ദേഹത്തിന് 32,000 മണിക്കൂറിൻ്റെ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അതിനെയാണ് സ്കെയിലബിൾ ലിവറേജബിൾ ബിസിനസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇപ്പോൾ 4000-നകത്ത് 1000 എണ്ണം പെർഫോമിംഗ് അല്ലെങ്കിൽ 3000 എണ്ണം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക. അവിടുന്ന് കിട്ടുന്ന റോയൽറ്റി മതി അദ്ദേഹത്തിന്. അതേ സ്ഥാനത്ത് നോർമൽ ഒരാൾ രാവിലെ മുതൽ ഈ 10 to 5 അല്ല 10 to 6 ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ ചിലപ്പം ചിലർ കഷ്ടിച്ച് ജീവിച്ചിട്ടുണ്ടാവും, ചിലർ പൊട്ടിയിട്ടുണ്ടാവും. അതിനകത്ത് വളർച്ച ലിമിറ്റഡ്. ഇതിനാണ് സ്കെയിലബിൾ ലിവറേജബിൾ ബിസിനസ്. അപ്പോൾ നമ്മുടെ ബിസിനസ് ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് സ്കെയിലബിൾ ലിവറേജബിൾ ബിസിനസ്സാണ്. എവിടം വരെയാണ്? ടെറിട്ടറി, ലോകം മുഴുവൻ വളർത്താൻ പറ്റുന്ന ഒരു സ്കെയിലബിൾ ലിവറേജബിൾ ബിസിനസ് മോഡലാണ്, ഒരു സെൻസിബിൾ ബിസിനസ് മോഡലാണ് ഞാൻ ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. അത് റൈറ്റായിട്ട് ശരിയായ രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പല ആൾക്കാരും ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് പല ആൾക്കാരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ബിസിനസ്സിൻ്റെ വലിപ്പച്ചെറുപ്പങ്ങൾ തീരുമാനിക്കാറ്. പലരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ ലോൺ എടുത്ത് ചെയ്തിട്ടുള്ള ബിസിനസ്സാണെങ്കിൽ അവിടെ ആയിരിക്കും ഒരാൾ നിൽക്കുന്നത്. കൂടുതൽ പോസിബിലിറ്റി ഉള്ളിടത്തല്ല പലപ്പോഴും പല ആൾക്കാരും നിൽക്കുന്നത്. കൂടുതൽ നഷ്ടസാധ്യത ഉള്ളിടത്താണ് ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ചെറുപ്പം മുതൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു സാധനമാണ്, നഷ്ടം വരാനുള്ളിടത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. ഗ്രോത്ത് ഉണ്ടാകുന്നിടത്തല്ല, പൊട്ടൻഷ്യൽ ഉള്ളിടത്തല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നഷ്ടം വരാൻ ചാൻസ് ഉള്ളിടത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ശീലിച്ച് പോയിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ വളരെ ചെറിയൊരു മുതൽ മുടക്കി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഓറിയൻറ്റേഷൻ ഇതിനകത്ത്, കാരണം നമ്മളൊരു കമ്പനി ഏതൊരു സ്ഥാപനത്തിൽ വെറും ഒരു എംപ്ലോയി ആയിട്ട് ജോയിൻ ചെയ്താൽ പോലും ഒരു ഓറിയൻറ്റേഷൻ ഉണ്ട് അവർക്ക്. ആ കമ്പനി എന്താണ്, ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്താണ്, കസ്റ്റമറോട് എങ്ങനെ സംസാരിക്കണം എന്ന് പറയുന്നത്, ഇതൊന്നും ഇല്ലാതെയാണ് പലപ്പോഴും ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി പല ആൾക്കാരും വരുന്നത്. പല ആൾക്കാരും പല മേഖലയിൽ നിന്ന് വരുന്നവരായിരിക്കും. അവർ ജീവിതത്തിൽ സെയിൽസോ മാർക്കറ്റിങ്ങോ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം എന്നില്ല. അപ്പോൾ ഇത് ഒരു ഓറിയൻറ്റേഷൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരെ ഓരോ തരത്തിൽ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതല്ല. ഇതിനൊരു പ്രൊഫഷണൽ മെത്തേഡുണ്ട്. ആ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്താൽ നാളെ നമ്മൾ മാറി നിൽക്കുമ്പോഴും ബിസിനസ് നടക്കും. ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ഫോളോ ചെയ്ത് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പാറ്റേൺ ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇതിലും ഇതിൻ്റെ ട്രാക്കിന് പുറത്തോട്ട് ഓടുന്ന പോലെ ഇരിക്കും. അപ്പോൾ ആ പാറ്റേൺ ആണ് നമ്മളിവിടെ പറയുന്നത്. ബിസിനസ്സിൻ്റെ സൈസുമാണ് നമ്മളിത് പറയുന്നത്. അടുത്ത കുറച്ച് സമയത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. അപ്പോൾ ഓറിയൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും അറ്റൻഡ് ചെയ്യാതെ പല ആൾക്കാരും, ധാരാളം ആൾക്കാർ, ആരെങ്കിലും ഒരു സുഹൃത്ത് പറഞ്ഞു, അല്ലെ പറഞ്ഞു കേട്ടപ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാമെന്ന് തോന്നി, ഉടനെ നമ്മൾ ജോയിൻ ചെയ്തു. ഒരു 5-6 പേരോട് പറഞ്ഞു. അവരെല്ലാം പറഞ്ഞു നടക്കിയല്ലേ, നിങ്ങളുടെ ഇനി എവിടെ നടന്നാലും നമ്മുടെ നാട്ടിൽ നടക്കിയല്ലേ, നിനക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ, ഇവിടെ നടക്കാൻ പോകുന്നില്ലെന്ന് പറയുന്നു. അത് കേട്ട് വിശ്വസിച്ച് നമ്മുടെ വീടിനപ്പുറത്തെ ശശി പറഞ്ഞു ഇത് നടക്കിയല്ലെന്ന് പറഞ്ഞ് നിർത്തി പോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? നിർത്താൻ നമുക്ക് പറ്റും. ഒരു നോർമൽ ബിസിനസ് നിർത്താനാണ് ബുദ്ധിമുട്ട്, തുടങ്ങാൻ എളുപ്പമാണ്. ഞാൻ ഇഷ്ടംപോലെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കാലം കഴിയുമ്പം ശരിയായ രീതിയിൽ പറഞ്ഞാൽ നിർത്താനാണ് ബുദ്ധിമുട്ട്. ഒരു ബിസിനസ്, വലിയൊരു ബിസിനസ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിർത്താൻ ബുദ്ധിമുട്ടാണ്. തുടങ്ങാനാണ് ഏറ്റവും എളുപ്പം. നിർത്താൻ ബുദ്ധിമുട്ട് എന്താണ്? നിർത്തിയാൽ ബാങ്കിൻ്റെ ലോൺ സെറ്റിൽ ചെയ്യേണ്ടി വരും. പുറത്ത് കിടക്കുന്ന പൈസ നമുക്ക് കിട്ടാതെ വരും. പല ആൾക്കാരെയും നമ്മൾ ക്രെഡിറ്റ് വാങ്ങിയിട്ടുണ്ടായിരിക്കും. അവരെല്ലാം തിരിച്ച് പൈസ കൊടുക്കാൻ പറയും. ബാങ്ക് പറയും ഞങ്ങളുടെ പൈസയും തന്നേക്കാൻ പറയും. എല്ലാവരും അവരുടെ പൈസയും കൊടുത്തേക്കാൻ പറയും. നമുക്ക് തരാനുള്ളവരാരും തരുവുമില്ല. ഇത് പേടിച്ചിട്ടാണ് പലർക്കും നിർത്താൻ സാധിക്കാത്തത്. നാട്ടിൽ നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം. ഞാൻ പല ബിസിനസ് ഫോറങ്ങളിലും ഒക്കെ ഉണ്ട്. പല ട്രെയിനറായിട്ടും പല ബിസിനസ് രംഗത്തുമൊക്കെ നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ട്, പല അസോസിയേഷൻ രംഗത്തുമൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ട് അറിയാം. അതായത് പല ബിസിനസ്സുകളുടെയും അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താൻ മേലാത്തതുകൊണ്ട് നടത്തുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പം ഇതിനുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങാനും നിർത്താനും വളരെ എളുപ്പമാണ്. തുടങ്ങാൻ ആരെങ്കിലും ഒരു സുഹൃത്ത് പറഞ്ഞു ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ, നമ്മൾ തുടങ്ങി 4 പേരോട് പറയുന്നു, അവർ പറയുന്നു ഇതൊന്നും നടക്കില്ല, നമ്മുടെ നാട്ടിൽ നടക്കില്ലെന്ന് പറയുന്നു, നമ്മൾ നിർത്തി, കഴിഞ്ഞു പോയി, 9,000 രൂപയുടെ പ്രശ്നമല്ലേ പോട്ടെ, എത്രയോ രൂപ കളഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് പല ആൾക്കാരും വലിയ ഓപ്പർച്യൂണിറ്റികൾ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞാനിന്ന് ഇതിൻ്റെ ഡെപ്ത് എന്താണെന്നാണ് പറയുന്നത്. ഇതൊന്നും അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇതുപോലത്തെ വലിയൊരു അവസരം അവർ നഷ്ടപ്പെടുത്തുകയാണ്. കാരണം അത് ശരിയായ രീതിയിൽ ഒരു സാധനത്തിൻ്റെ മൂല്യം നമുക്ക് മനസ്സിലായാൽ മാത്രം, അത് മനസ്സിലാകാനാണ് നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥിച്ചിട്ടിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഓക്കെ. അപ്പോൾ ഇതിനാണ് ഓറിയൻറ്റേഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം. ഓക്കെ. എന്തിനാണ് NPO, അതായത് വൈ ന്യൂ പാർട്ണർ എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്തിനാണ് ഇത് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാകുകയും ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം വേറൊരാളോട് പറഞ്ഞു കൊടുക്കാൻ. എന്താണ് ബിസിനസ്, എന്താണ് ഇതിൻ്റെ സൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ അറിയേണ്ടത് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ എനി ഓഫ് ദിസ്, നമ്മൾ ഈ പറയുന്നതിനകത്ത് ഏതെങ്കിലും, ഞാൻ ഈ പറയുന്ന 8 പോയിൻറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതാണ് നമ്മൾ ഇതിനകത്ത് 8 എണ്ണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് നമ്മൾ പറയും?
നിങ്ങൾ ഓരോരുത്തരും സ്വയം വേണേൽ ഒരു പേപ്പർ എഴുതി വെച്ചാൽ മതി. ഇതിനകത്ത് 8 എണ്ണം ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് പെർഫെക്റ്റ് ആയിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു അഡീഷണൽ ഇൻകം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് പെർഫെക്റ്റാണ്. രണ്ടാമത് ഡൈവേഴ്സിഫിക്കേഷൻ. ഒരു ഇപ്പോഴത്തെ ബിസിനസ്സിൻ്റെ, കാരണം നമ്മൾ ഒരുപക്ഷെ കേരളത്തിൽ മാത്രം കാണാറുള്ള ഒരു പ്രതിഭാസമാണ് ബിസിനസ് രംഗത്ത് നിൽക്കുന്ന പല ആൾക്കാരും വേറൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പരിചയമുള്ള മിക്കവാറും വേറെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പോലും പല ആൾക്കാരും ചോദിക്കാറുണ്ട്, അപ്പം മറ്റത് മോശമല്ലേ, അല്ലാതെ നിർത്തിയോ, മറ്റേത് മോശമാണ്, കച്ചവടമൊക്കെ മോശമായി, അല്ലെ മോശമായിരിക്കും എന്ന് ബാക്കിയുള്ളവരെല്ലാം കൂടി സഭ കൂടി നാട്ടിലുള്ളവരെല്ലാം, നമുക്കറിയാമല്ലോ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ, കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മൾ ഈ നിരീക്ഷണ ക്യാമറ ഒന്നും ആവശ്യമില്ല, കാരണം ബാക്കി മൊത്തം നിരീക്ഷണ ക്യാമറ കംപ്ലീറ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇത് കംപ്ലീറ്റ് അന്നേരം ചർച്ച. വേറൊരു രണ്ടാമത്തെ ഒരു ബിസിനസ് പോലും ഒരാൾ തുടങ്ങിയാൽ ആദ്യത്തെ, നമ്മുടെ കാര്യമൊക്കെ പോട്ടെ, ചിറ്റലപ്പള്ളി കൊച്ചുജോസഫ് കേരളത്തിൽ ഇത്രയും ഒരു സാധാരണ ലെവലിൽ നിന്ന് വളർന്നു വന്ന് വീഗാർഡ് പോലത്തെ ഒരു കമ്പനി ഉണ്ടാക്കി ഇത്രയും ഡെവലപ്പ് ചെയ്തതിന് ശേഷം അദ്ദേഹം വീഗാലാൻഡ് തുടങ്ങാൻ നേരത്ത് അദ്ദേഹത്തിൻ്റെ ഇത്രയും ബിസിനസ്, ഇത്രയും വലിയ ടേൺ ഓവർ ഉണ്ടാക്കി ഇത്രയും വലിയ എംപയർ ബിൽഡ് ചെയ്ത ഒരാൾ ഇവിടുത്തെ ഒരു പ്രബലമായ ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് ലോണിന് ശ്രമിച്ചിട്ട് അവർ പറഞ്ഞത് ഇത് നമുക്ക് വീഗാർഡിന് തരാം, വീഗാലാൻഡ് പോലത്തെ സംഭവത്തിന് അത് ഇവിടെ എങ്ങനെ വിജയിക്കുമെന്ന് അദ്ദേഹം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദിക്കുന്ന ആൾ എംപ്ലോയിയാണ്, അവർ ബാങ്കിൽ അവിടെ വർക്ക് ചെയ്തിട്ടേ ഉള്ളൂ. മറ്റേ ആൾ അദ്ദേഹം ഇല്ലാത്ത സാധനം ഉണ്ടാക്കി, അതാണ് വിഷണറി എന്ന് പറയുന്നത്. നാളെ നടക്കാൻ പോകുന്നതിനെ നേരത്തെ കണ്ട് അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണ് വിഷണറീസ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ആൾക്കാരുടെ ഐസൈറ്റ് മാത്രമാണ്, കാരണം വിഷൻ ഇല്ല, ഐസൈറ്റ് മാത്രം. നമ്മൾ സാധാരണ വണ്ടി ഓടുമ്പോൾ നമ്മൾ അങ്ങേയറ്റത്തെ കോർണർ വരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ നോർമൽ ആൾക്കാർക്ക്. ഒരു വിഷണറി ആണെങ്കിൽ നമ്മൾ ബാംഗ്ലൂർക്ക് പോകുക, ആ വളവ് കഴിഞ്ഞാൽ വേറെ സ്ട്രെയിറ്റ് റോഡാണ്, പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞാൽ വീണ്ടും റോഡ് കിട്ടും, ഇങ്ങനെ നമുക്ക് ബാംഗ്ലൂർ എത്താം അല്ലെ ബോംബെ എത്താമെന്ന് മനസ്സിലാക്കും. അല്ലാത്ത ആൾക്കാർ നമ്മൾ അടുത്ത വളവ് വരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതാണ് നോർമൽ ആൾക്കാർ, അതിനെ ഐസൈറ്റ് എന്നാണ് പറയുന്നത്. വിഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ആ വളവ് തിരിഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ അവർക്ക് അസ്യൂം ചെയ്യാൻ പറ്റും, അവർക്ക് കാണാൻ പറ്റും. അതിനെ ബേസ് ചെയ്തിട്ട് അവർ സ്ട്രാറ്റജികൾ ഉണ്ടാക്കുന്നവരാണ് വിഷണറീസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് ഒരു ബാങ്ക് പോലും വിശ്വസിച്ചില്ല. അവർ പറഞ്ഞു അതൊക്കെ നിങ്ങൾക്ക് ഉള്ള ഇതായിരിക്കും, പക്ഷേ ഇവിടെ ഒന്നും അതും ഓണം കയറാൻ മൂലയിൽ മനുഷ്യൻ പോലും വരില്ലാത്ത കാക്കനാട് സ്ഥലത്ത്, കുറുക്കം മാത്രമുള്ള സ്ഥലത്ത് എങ്ങനെ ആര് വരാനാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അതാണ് അദ്ദേഹത്തെ പോലുള്ള ഒരാൾ പോലും. അപ്പം മറ്റത് മോശമായിരിക്കും, വീഗാർഡ് മോശമായിട്ടാണോ എന്ന് പോലും പറഞ്ഞ ആൾക്കാരുണ്ട്. ഇതുപോലെ നാട്ടിൽ മിക്കവാറും ആൾക്കാർ നമ്മൾ ഒരു രണ്ടാമത്തെ ബിസിനസ് തുടങ്ങുന്നത് മറ്റത് പൊട്ടിയാൽ മാത്രം തുടങ്ങുന്നൊരു സംഭവമെന്നാണ് ഇവിടെ വിലയിരുത്തൽ. പക്ഷേ നമ്മളിപ്പോൾ ഗുജറാത്തോ അങ്ങനത്തെ സ്റ്റേറ്റുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ 20-22 വയസ്സുള്ള പയ്യന് തന്നെ 4 ബിസിനസ്സുണ്ട്. എന്തിന്? നമ്മൾ ടാറ്റ അല്ലെങ്കിൽ റിലയൻസ് ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ ഇതൊക്കെ നമ്മൾ വാട്സാപ്പിലൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ മെസ്സേജ് അയക്കാറുണ്ട്. ഈ ടാറ്റയുടെയോ റിലയൻസിൻ്റെയോ പോലത്തെ വലിയ ഗ്രൂപ്പുകൾ അവരെപ്പോഴും പ്രോഫിറ്റബിൾ ആയിരിക്കും. കാരണം എന്താണ്? അവർ ഗ്രോയിങ് ആയിട്ടുള്ള എല്ലാ ബിസിനസ്സിലും ഭാഗമാകും. അവരൊരിക്കലും ഒറ്റ ബിസിനസ്സിൽ നിൽക്കില്ല. ഒറ്റ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഹെവി റിസ്ക്കാണ്. സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ഏത് മിനിറ്റും തല പോകാം. ഇന്നൊരു എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും ഒരു ബിസിനസ് ആണെങ്കിലും ഏത് സെക്കൻഡിലും നമ്മുടെ തല തെറിക്കാം. അപ്പോൾ അതുകൊണ്ട് പല ആൾക്കാരും വിചാരിക്കും സെക്യൂറാണ്. ഒരു 2 വീലറെ പോകുന്നതിനേക്കാളും 2 വീലുള്ള 2 വീലറെ പോകുന്നതിനേക്കാളും എന്തുകൊണ്ടും സേഫാണ് 3 വീലുള്ള ഓട്ടോറിക്ഷ. ഒരു പെട്ടെന്നൊരു വീശൊക്കെ വീശാലേ മറിയുള്ളൂ. ഞാൻ ഇന്നലെ തന്നെ എൻ്റെ വണ്ടിയുടെ മുമ്പിലേക്ക് ഒരു ഓട്ടോറിക്ഷ വന്ന് മറിഞ്ഞു. അത് 3 വീലുള്ളതുകൊണ്ടാണ്. 4 വീലുള്ള കാറാണ് എത്രയും പെട്ടെന്ന് മറിയാനായിരുന്നു. അത് 4 വീലുള്ള കാറിൻ്റെ സ്ഥാനത്ത് ഇന്നിപ്പം ബാംഗ്ലൂർക്കും ഒക്കെ ഇൻ്റർസ്റ്റേറ്റ് ബസ് പോകുന്ന കാണാൻ പറ്റും, സ്കാനിയയും വോൾവോയൊക്കെ. അതിന് മൾട്ടി ആക്സിലാണ്. അത് നോർമൽ കേസിൽ സംഭവം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ പോലും താങ്ങും, അത്ര അറിയത്തില്ല, നമ്മളൊരു കട്ടർ പോലും ചാടിയാൽ അറിയത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. ഈ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ ഗ്രൂപ്പുകളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാ ബിസിനസ്സും എല്ലാ വർഷവും പുതിയ ബിസിനസ്സുകളെ ആഡ് ചെയ്യും. മോശമുള്ള ബിസിനസ്സുകളെ, പ്രോഫിറ്റ് ഇല്ലാത്തതും കോംപ്ലിക്കേഷൻ കൂടുതലുള്ളതും ഒഴിവാക്കും. അതാണ് വലിയ ഗ്രൂപ്പുകളൊക്കെ ചെയ്യുന്നത്. നോർമൽ ആൾക്കാർ അവിടെ പോയിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ അതിൻ്റെ ഒരു ഏജൻസി എടുക്കും, അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കും. ഏത് സെക്കൻഡും പൊട്ടും. ഇതാണ് നമ്മുടെ നാട്ടിൽ സാധാരണ കാണാറുള്ള കാഴ്ച. പല ആൾക്കാരും നമ്മൾ ഈ ഏജൻസി എടുത്തവന് അത് തന്നെ നടത്തിക്കൊണ്ട് പോകാൻ നേരമില്ല. മറ്റവർ ഈ ഇത്രയും 10, 20, 30, 50 ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പാട്ടും പാടി പുറത്തോട്ട് നടക്കുന്നു. ഒരു ഏജൻസി എടുത്തവരല്ല, വീടിൻ്റെ അടുത്തുള്ള പലചരക്കടക്കാരനല്ല, മുറുക്കാങ്കടക്കാരന് സമയവും ഇല്ല. മറ്റവർക്ക് ഇഷ്ടം പോലെ സമയമാണ്. 30, 40 ബിസിനസ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇഷ്ടം പോലെ സമയവും, അവർ ഹെൽത്ത് മാനേജ് ചെയ്യാൻ സമയമുണ്ട്, യോഗ ചെയ്യാൻ സമയമുണ്ട്, ഫാമിലി ആയിട്ട് ഫംഗ്ഷന് പോകാൻ സമയമുണ്ട്, കല്യാണങ്ങളെല്ലാം അവർ കൂടുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഇവരെ സംബന്ധിച്ച് സമയമില്ല. കാരണം എന്തുകൊണ്ട്? തിങ്കിങ്ങിൻ്റെ ഡിഫറൻസാണ്. അപ്പോൾ ഇവിടെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് മറ്റ് പല പുതിയ മേഖലകളിലെയും കൂടെ ബിസിനസ്സിൽ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞാൻ ഇതിനെ കാണുന്ന ഡൈവേഴ്സിഫിക്കേഷനായിട്ടാണ്. അപ്പോൾ ഞാൻ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിലുണ്ട്, വാട്ടർ ഇൻഡസ്ട്രിയിലുണ്ട്, വേറെ ഇൻഡസ്ട്രികൾ പുതിയതായിട്ട് വരുന്ന, നമുക്ക് പഠിക്കാൻ നമുക്ക് അറിവില്ലാത്ത മേഖലയിൽ പുതിയതായിട്ട് വരുന്ന
അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ, പുതിയ ഇൻഡസ്ട്രി ആയതുകൊണ്ടാണ് ഇതിനകത്ത് താല്പര്യം വരുന്നത്. ഉള്ള എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രിയാണ്, ഞാൻ പിന്നെ അതിനകത്ത് പോയി ചാടേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ. പണ്ടത്തെക്കാളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ആണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെ വിചാരം നമ്മുടെ ജോലിയും ജോബ് സെക്യൂരിറ്റിയും അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ പഴയ സ്റ്റോറികളാണ്. ഇന്ന് ശമ്പളം പോലും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കിട്ടാൻ തുടങ്ങി, പെൻഷൻ ഇൻസ്റ്റാൾമെൻ്റായി, ഇനി കുറച്ച് കിട്ടാതെയും വരും. അതിൻ്റെ ആദ്യപടിയാണ് ഇൻസ്റ്റാൾമെൻ്റ് ആകുന്നത്. മനസ്സിലാക്കുക, ഇതൊന്നും ആർക്കും ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പിണറായി വിജയനെ തെറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മോഡിയെ തെറി പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ലോകത്ത് നടക്കുന്ന മാറ്റത്തിൻ്റെ ഭാഗം അവർക്കാർക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല. ചുമ്മാ നമ്മൾ ചുമ്മാ പ്രസംഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടേതായ ഇൻഫർമേഷൻ ഏജിലാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരുന്നത്. പണ്ട് ഇൻഡസ്ട്രിയൽ ഏജിലായിരുന്നു, അല്ലെങ്കിൽ ആദ്യം അഗ്രികൾച്ചർ ഏജിലായിരുന്നു, അത് കഴിഞ്ഞ് ഇൻഡസ്ട്രിയൽ ഏജ് വന്നു. ഇൻഡസ്ട്രിയൽ ഏജിൻ്റെ പ്രോഡക്റ്റാണ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇന്ന് ഇൻഫർമേഷൻ ഏജാണ്. ഇൻഫർമേഷൻ ഏജ് എന്ന് പറയുന്നത് എൻ്റർപ്രണർഷിപ്പിൻ്റെ കാലമാണ്. സ്വയം അവനവൻ്റെ മേഖല അവനവൻ കണ്ടെത്തണം. ഇന്ന് പല ആൾക്കാരും കുട്ടികളെ ഇപ്പോഴും പേരൻസ് പണ്ടത്തെ അന്തക്കാലത്തെ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികൾ 4 വർഷം 5 വർഷം ഒരു കോളേജിൽ പഠിച്ചിട്ട് പുറത്തിറങ്ങി വരുമ്പോൾ അവർ പഠിച്ചതിന് ഒരു പ്രസക്തി ഉണ്ടാവില്ല. അവർ പഠിച്ച കാര്യം വെച്ച് അവർക്ക് ജോലി ചെയ്യാൻ കിട്ടുകയില്ല. അവർക്ക് വേറെ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് അതായത് ഒരു ബിസിനസ്സുകളുടെ പോലും ഒരു ഷെൽഫ് ലൈഫ് 3 വർഷത്തിൽ കൂടുതലില്ല. ഒരു ബിസിനസ് പോലും അതേ രീതിയിൽ ഒരു 3 വർഷത്തിൽ കൂടുതൽ നിൽക്കുകയില്ല. അന്നേരം മാറും സിറ്റുവേഷൻ. പണ്ട് നമുക്ക് പാരമ്പര്യ ബിസിനസ്സുകൾ കാണാമായിരുന്നു. അപ്പം തുടങ്ങിയ ബിസിനസ്സാണ്, അതിനുശേഷം അപ്പൻ്റെ വന്നു, അതിനുശേഷം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ബിസിനസ്സുകൾ പണ്ടുണ്ടായിരുന്നു. ഇനി അതുണ്ടാവില്ല. അതിൻ്റെ ടൈം കഴിഞ്ഞു. കാരണം ഇത് വളരെ ഫാസ്റ്റാണ് കാര്യങ്ങൾ. അത്ര ഫാസ്റ്റായിട്ട് ടെക്നോളജി നാളെ എന്താവുമെന്ന് ആർക്കും പറയാൻ പറ്റിയില്ല. കാരണം ഒത്തിരി ഇൻഡസ്ട്രികളിൽ പുതിയ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ നോളജ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അതിന് ഏറ്റവും പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അറിവ് കൂട്ടണം. ഇന്നത്തെ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിയണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് 1 രൂപ ഇതിനകത്ത് വരുമാനം ഉണ്ടാക്കിയില്ലേ പോലും ഇതിൽ കൂടെ കിട്ടുന്ന നോളജ് നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കും. അതാണ് കാരണം. ഇനിയുള്ള കാലത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 60%, ഇന്ത്യയിലെ ജനങ്ങളിൽ 60% ആൾക്കാർ 35 വയസ്സിൽ താഴെയാണ്. ഏകദേശം 50% ആൾക്കാർ 25 വയസ്സിൽ താഴെയാണ്. 50% എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ആൾക്കാരുടെ പകുതി ആൾക്കാർ 25 വയസ്സിൽ താഴെയാണ്. 60% ആൾക്കാർ 35 വയസ്സിൽ താഴെയാണ്. ഇവർ മുഴുവൻ ടെക്നോളജി പ്ലാറ്റ്ഫോമിലാണ്. ഇവരെ സംബന്ധിച്ച് ഒരിക്കലും നമ്മൾ അതിൻ്റെ മുകളിൽ പ്രായമുള്ള ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. നിങ്ങൾ കുട്ടികളോടൊരു കാര്യം സംസാരിക്കാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഒറ്റ സെക്കൻഡ് കൊണ്ട് വിരൽ കൊണ്ട് തീർക്കുന്നൊരു കാര്യം നമ്മൾ കുറച്ച് പ്രായമുള്ളവരെ സംബന്ധിച്ച് ഇത് മനസ്സിലാക്കിയെടുക്കാണ്ട് ആ പി എവിടെയാണ് എക്സ് എവിടെയാണെന്ന് പറഞ്ഞ് കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ആ 4 പേജ് കഴിയും. അപ്പോൾ ഇവരെ ഒരിക്കലും നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് ഒരിക്കലും നിൽക്കുകയില്ല. ഇനിയുള്ള കാലത്ത് നമ്മൾ ആൾക്കാർ കണക്ട് ചെയ്യണം. ഇന്ത്യയിലെ 60% ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ നമുക്കറിയാൻ മേലെങ്കിലത്തെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യയിലല്ല കേരളത്തിലെ 60% ആൾക്കാർ നമ്മളെ അടുപ്പിക്കുക അല്ലെങ്കിലത്തെ ഒരു മൂപ്പിൽ സാധനം പറഞ്ഞ് മൂലയ്ക്കിരിക്കണോ വേണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. എന്നെ സംബന്ധിച്ച് അത് വളരെ വളരെ ഇതായിരുന്നു. കാരണം ഞാൻ അതുകൊണ്ട് മോഡേൺ കാര്യങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും നമ്മൾ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാലേ ഇനിയുള്ള കാലത്ത് നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റും. ഇത്രയും കാലമൊക്കെ കഷ്ടിച്ചോടി. ഇപ്പോൾ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു വാട്സാപ്പോ ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരാളെങ്ങനെയായിരിക്കും കാണുന്നത്? ഒരു ഫോൺ വിളിച്ചാൽ എടുക്കാൻ അറിയാൻ മേല, മിസ്ഡ് കോൾ വിളിച്ചാൽ കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് വിളിക്കാത്ത ഒരാളെ ജനം ഇന്ന് ഇങ്ങനെയാണ് കാണുന്നത്. അവരേതെങ്കിലും ബിസിനസ്സിനകത്ത് നിന്ന് വിജയിക്കാൻ പറ്റുമോ? ആരെങ്കിലും അടുപ്പിക്കുമോ? അങ്ങനെയുള്ളവർ ആരെങ്കിലും അവരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുമോ? ഇല്ല. അപ്പോൾ ഇന്ന് പറയുന്ന പോലെ ഇനിയുള്ള കാലത്ത് നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി അസോസിയേഷൻ, നല്ല ആൾക്കാർ, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള അസോസിയേഷൻ വളരെ 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 പ്രധാനപ്പെട്ടതാണ്. അതായത് ഇന്നൊരു 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ഇന്നിപ്പോൾ ഫാമിലി നമ്മുടെ കോളേജുകളിലൊക്കെ പഠിക്കുന്നിടത്തൊക്കെ ഗെറ്റ് ടുഗദർ നടക്കാറുണ്ട്. ധാരാളം ഗെറ്റ് ടുഗദർ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂൾ പോലെ നഴ്സറി സ്കൂൾ പോലുള്ള ഗെറ്റ് ടുഗദർ നടക്കാറുണ്ട്. ഞാൻ പലപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു ഗെറ്റ് ടുഗദറിന് പോയി. ആദ്യം അവിടെ ചെന്നിട്ട് പറഞ്ഞത് ഇവിടെ ഒരുത്തൻ ഷുഗറിൻ്റെ കണക്കോ പ്രഷറിൻ്റെ കണക്കോ മിണ്ടിപ്പോരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അന്നേരം പോകും. കാരണം നമുക്ക് താല്പര്യമില്ല, ആ ക്രൗഡിനകത്ത് നിൽക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. കാരണം 50-55 വയസ്സൊക്കെ ആയെന്ന് പല ആൾക്കാരും പിന്നെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ അസുഖങ്ങളെക്കുറിച്ചും അവരുടെ ഷുഗറിന് കഴിക്കുന്ന മരുന്നിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചാണ്. കാരണം ഡീമോട്ടിവേറ്റഡാണ്. അവർ ജീവിതത്തിൽ നാളെ പ്രതീക്ഷയില്ലാതെ വരുമ്പോൾ ലോകത്തുള്ള അതായത് ഭൂരിഭാഗം രോഗങ്ങൾ പോലും സൈക്കോസൊമാറ്റിക്കാന്ന് പറയും. അതായത് നമ്മുടെ മാനസികാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം നമ്മൾ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, പ്രതീക്ഷയെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നവരുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിക്കുക. ഈ പഴഞ്ചൻ വേണ്ടെന്നല്ല അർത്ഥം. പഴയതിലെ നല്ലതുകൾ പറയാം. ഭാവി ഇനി നടക്കാൻ പോകുന്ന ഒരു ലോകത്ത് പ്രത്യേകിച്ച് ഇവിടെ ഒരു 45-50 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നവർ നമ്മളാണ് ഏറ്റവും ഭാഗ്യമുള്ളവർ. കാരണം നമ്മൾ ആ പഴമയുടെ മുഴുവൻ നന്മയും നമ്മൾ കണ്ടു. അത് വളരെ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് ഒരു പക്ഷേ കൂട്ടുകുടുംബ സംവിധാനത്തിലൂടെ നമ്മൾ വളർന്നു വന്നു. അത് മുഴുവൻ നമ്മുടെ കയ്യിലുണ്ട്. എക്സ്പീരിയൻസ് നമ്മുടെ കയ്യിലുണ്ട്.
പുതിയതിൻ്റെ ടെക്നോളജിയിലേക്ക് നമ്മൾ വന്നു. പുതിയ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ടെക്നോളജി മാത്രമേ ഉള്ളൂ, എക്സ്പീരിയൻസ് കുറവാണ്, പീപ്പിൾ സ്കില്ല് കുറവാണ്. അവർക്ക് അവർ മെഷീനുകളുമായിട്ടാണ് ബന്ധം, മനുഷ്യരുമായിട്ടല്ല കൂടുതൽ ബന്ധം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇനിയുള്ള കാലത്ത് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എനർജി നമുക്കുണ്ടാവുള്ളൂ. നമ്മളെപ്പോഴും നിങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ഒരു ആവറേജ് നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ ആവറേജ് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ 6 കൂട്ടുകാരുടെ ഇൻകമാണ്. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ 6 കൂട്ടുകാരുടെ സംസ്കാരമാണെന്ന് പറയും. അപ്പോൾ നമ്മൾ ഇനിയുള്ള കാലത്ത് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നെഗറ്റീവ് വാർത്തകളും നെഗറ്റീവ് ആൾക്കാരെയാണ്. കാരണം ചവറ് സംസാരിക്കാനാണ് ഇഷ്ടംപോലെ ആൾക്കാർ റെഡിയാണ്. ഇഷ്ടംപോലെ ചുമ്മാ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു സെൻസും ഇല്ലാത്ത ചുമ്മാ രാഷ്ട്രീയം പറഞ്ഞ് തർക്കിക്കുക, അല്ല ഇതുപോലത്തെ പരിപാടികളൊക്കെയാണല്ലോ നോർമൽ ആൾക്കാർ ചെയ്യുന്നത്. മാത്രമല്ല അവരെല്ലാവരുടെ വിചാരം ഇവിടെ 58 വയസ്സ് 60 വയസ്സ് റിട്ടയർമെൻറ്റ് പ്രായം വെച്ചിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തീർന്നു എന്നാണ് പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കൂടുതൽ ആൾക്കാർ ഒരാളുടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇതെടുക്കുന്ന ഒരു 50 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുത്തൻ രക്ഷപ്പെട്ടില്ല, ഇനി അവൻ രക്ഷപ്പെടില്ല, 50 വയസ്സായില്ല. കാരണം പിന്നെ ടൈം തീർന്നു, ഇനിയിപ്പം ഏതാനും വർഷങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അവരൊന്നും പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റഡ് അല്ലാത്തതുകൊണ്ട് അപ്പോൾ അമേരിക്കയിൽ ഒരു ഫാമിലി 150 വർഷം വരെ ജീവിക്കാൻ അവർ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. അത് അവർ ഡിക്ലെയർ ചെയ്തു. കാരണം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം വന്നതോടുകൂടി നമ്മുടെ ലൈഫ് സ്പാൻ, കാരണം പണ്ടത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പല രോഗങ്ങളും പനിയൊക്കെ പിടിച്ചിട്ടാണ് മരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊന്നിരിക്കുന്ന ജീവി ആരാണെന്നറിയോ? നമ്മൾ പല ആൾക്കാരോടും ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പല ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് കടുവയാണ്, പുലിയാണ്, ആനയാണെന്നൊക്കെയാണ് പറയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നിരിക്കുന്നത് കൊതുകാണ്. കൊതുകെന്ന് പറഞ്ഞ ജീവിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നിരിക്കുന്നത്. പകർച്ചവ്യാധികൾ കൊണ്ടാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ മരിച്ചിരിക്കുന്നത്. അതൊക്കെ ഇന്ന് മെഡിക്കൽ സയൻസ് വന്നത് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റി. അതിന് ശേഷം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അസുഖമായതിനു ശേഷം മാത്രമാണ് ഒരാൾ ആശുപത്രിയിൽ എത്തുന്ന രീതിയായിരുന്നു ഇതുവരെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപ്ഗ്രേഡഡ് വെർഷൻ വരുവാണ്. 25 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന അസുഖങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അതിനുള്ള പ്രിക്കോഷൻ എടുക്കാൻ പറ്റുന്ന മോഡേൺ ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നതിന് ശേഷം വന്നു കഴിഞ്ഞു. നമ്മുടെ ഉമിനീരെടുത്ത് അയച്ചു കൊടുത്താൽ 25 വർഷം കഴിഞ്ഞ് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളും അതിനു വേണ്ടി എടുക്കുന്ന പ്രിക്കോഷൻസും പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷനും നമുക്കുള്ള എക്സസൈസും നമുക്ക് വേണ്ട ഫിസിക്കൽ ആക്ടിവിറ്റിയും നേരെ നമ്മുടെ കിട്ടും. അത് വെച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിത നിലവാരം കൂട്ടാം. ഇന്ന് അസുഖമായിട്ട് രോഗിയായിട്ട് ആശുപത്രി പോകുന്നതിന് പകരം രോഗാവസ്ഥ ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് ലൈഫ് നീട്ടിക്കൊണ്ട് പോകാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള മോഡേൺ ടെക്നോളജിയൊക്കെയാണ് ഇന്ന്. അപ്പോൾ അടുത്ത ഒരു 5-6 വർഷത്തിനകം 5 പേരിൽ ഒരാൾ 100 വയസ്സ് തയ്ക്കുമെന്നാണ് പറയുന്നത്. 100 വയസ്സ് എന്ന് പറഞ്ഞാൽ അസുഖത്തോടെ അല്ല, അത് അസുഖത്തോടെ ഇരിക്കണോ ആരോഗ്യത്തോടെ ഇരിക്കണോ എന്നുള്ളത് നമ്മുടെ ചോദ്യമാണ്. അതും പുതിയ ടെക്നോളജികളും എന്താണ് വരുന്നതെന്നൊക്കെ ഉള്ള അപ്ഡേറ്റഡ് ആയിരിക്കുന്നവരെ സംബന്ധിച്ചേ നടക്കുകയുള്ളൂ. അത് മാത്രമല്ല അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പൈസയും വേണ്ടി വരും. അപ്പോൾ ഇനി മുതൽ ഇതിൻ്റെയൊക്കെ മൊത്തം മാറുകയാണ്. അപ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നത്, ഇപ്പോൾ എനിക്കൊരു വളരെ അടുപ്പമുള്ളൊരു ഡോക്ടറുണ്ട്, 78 വയസ്സ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നമ്മുടെ ഇവിടെയുള്ളൊരു 25-30 വയസ്സുകാരനേക്കാളും എനർജറ്റിക് ആയിട്ട് 78 വയസ്സുകാരൻ ഈവനിങ് വൈകുന്നേരം 7 മണിക്കോ 8 മണിക്കാണെങ്കിലും ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് ലോകത്തെക്കുറിച്ചും നാളത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ഈ ലെവലിലുള്ള ആൾക്കാരല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ആൾക്കാരെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പുറത്ത് കിട്ടാൻ പാടാണ്. ഇതിനകത്ത് കിട്ടും. ഭാവിയെക്കുറിച്ച് സംസാരിക്കുക, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിത നിലവാരം കൂടും, നമ്മുടെ എനർജി കൂടും, നമുക്ക് പ്രതീക്ഷകൾ കൂടും. പ്രതീക്ഷയില്ലാത്ത സംസാരിക്കുന്ന ആൾക്കാരോട്, കാരണം എന്താണ് ഈ നമ്മൾ റോഡിലേക്കൊക്കെ ഇറങ്ങിയാൽ കാണുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചീത്ത വിളിക്കുന്നതൊക്കെ എന്താണ്? ഫ്രസ്ട്രേഷൻ കൊണ്ടാണ്. അവർ സർവത്ര ഭ്രാന്ത് പിടിച്ചാണ് നടക്കുന്നത്. ഈ ചീത്ത വിളിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. റോഡിൽ ഒരു കാര്യമില്ലാതെ ചുമ്മാ റോഡിൽ ഒരാൾ ഒരു സിഗ്നൽ ഇട്ടില്ലെന്നൊക്കെ പറഞ്ഞ് മറ്റേ ആൾ ചീത്ത വിളിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അത് മറ്റേ ആൾ കുറ്റം ചെയ്തുകൊണ്ടല്ല, ഇയാളെ ഭയങ്കര അസ്വസ്ഥനാണ്. അയാൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഭാര്യയായിട്ട് വഴക്ക് പിടിച്ചിട്ടായിരിക്കും വരുന്നത്, കൊച്ചിൻ്റെ ഫീസ് കൊടുത്തിട്ടുണ്ടാവില്ല. ഈ ഫ്രസ്ട്രേഷൻ ആരോടെങ്കിലും തീർക്കണ്ടേ? വീട്ടിൽ ഇപ്പോൾ ഒരു ഭാര്യയോട് പറഞ്ഞാൽ ഭാര്യ 2 പറയുമ്പോൾ ഭാര്യ 4 പറയുന്നത്. അപ്പോൾ പിന്നെ അവിടെ നേടുകയല്ല. പിന്നെ ആ കൂടി പറയാവുന്ന റോഡിലേക്ക് ഇറങ്ങി മറ്റേ റോഡിൽ കൂടെ പോകുന്ന മറ്റവരെ വിളിക്കുക. ഇതൊക്കെ നിത്യ കാഴ്ചയല്ലേ? ഞാനിപ്പം കാരണം വളരെ രസകരമായ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് കഴിഞ്ഞ ദിവസം മിക്കവാറും ഉണ്ടാവാറുണ്ട്. ഞാൻ വണ്ടിയെ പോയപ്പോഴത്തേന് വണ്ടിയിൽ നിന്ന് വെച്ച് ഫോൺ എടുത്തു. അത്യാവശ്യം വന്നൊരു ഫോൺ എടുത്തു. ഇവിടെ പുറകിൽ നിന്നൊരു ബൈക്കുകാരൻ കയറി വന്നിട്ട് പറയാം, വണ്ടി ഓടിക്കുമ്പോഴല്ല ഫോൺ വിളിക്കേണ്ടത്, ഫോൺ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിർത്തിയിട്ടിട്ട് വിളിക്കണം. ഞാൻ എന്താണ് പറഞ്ഞതെന്നറിയാം. ഗ്ലാസ് ഒന്ന് താത്തപ്പോഴത്തേന് പുള്ളി വീണ്ടും പറയും, വണ്ടി ഓടിക്കുമ്പോഴല്ല ഇതൊക്കെ വിളിക്കേണ്ടത്, ഫോണൊന്നും നോക്കേണ്ടത്, വിളിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഹെൽമെറ്റ് വെച്ചിട്ടില്ലാത്ത ഒരാൾ, അദ്ദേഹം ബൈക്കിൽ പോകുന്ന ഒരാൾ എന്നോട് പറയുകയാണ് എൻ്റെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കുക. ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്താ അദ്ദേഹത്തിനോട് പറയുന്നത്? ഞാൻ വളരെ ചിരിച്ചോട്ട് പറഞ്ഞു, കാരണം ചേട്ടാ ഹെൽമെറ്റ് വെക്കണം കേട്ടോ, അല്ലെ വല്ല ആക്സിഡൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട ഹെഡ് ഇഞ്ചറി ഉണ്ടായ വലിയ പ്രശ്നം കേട്ടോ, അല്ലെങ്കിൽ പോലീസ് പിടിക്കുന്ന നല്ല പ്രശ്നം. ഞാൻ തമാശന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ഇവരെല്ലാം മറ്റുള്ളവരെ കയറി അറ്റാക്ക് ചെയ്യുന്നത്, അല്ലാതെ വേറെ കാരണം ഉണ്ടായിട്ടല്ല. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ എന്താണ്, നമ്മൾ പ്രതീക്ഷയുള്ള ആൾക്കാരുടെ കൂടെ കൂടുക, ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നവരുടെ കൂടെ കൂടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്തത്, ലോകം മുഴുവൻ ഫ്രണ്ട്സ് ഉണ്ടാവുക.
എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കണക്ഷൻസ് ഉണ്ടാകും. ലോകം മുഴുവൻ കണക്ട്. എവിടെ ചെന്നാലും നമുക്ക് പരിചയക്കാരൊരാളുണ്ടാകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ആലോചിച്ച് നോക്കുക. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ചെറിയൊരു ബിസിനസ് കൊണ്ട് ലോകം മുഴുവൻ കണക്ട് ചെയ്യാമോ? നിങ്ങളൊരു സുഹൃത്ത് വിളിക്കുന്നു, ആ കുവൈറ്റിൽ നിന്നാണ്. അത് കഴിഞ്ഞപ്പോഴത്തേന് നിങ്ങൾക്കൊരു സൗദിയിലൊരു ആവശ്യമുണ്ട്, അന്നേരം ദുബായിലൊരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ US-ലൊരു ആവശ്യമുണ്ട്. എവിടെ വേണേലും കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അതിന് വേണ്ടി മാത്രം ഈ ബിസിനസ് ചെയ്തുകൂടെ? വേറെ ഒന്നും കിട്ടിയില്ലേ പോലും. അതാണ് എനിക്ക് ഏറ്റവും കാരണം മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന, കുഞ്ഞുനാളെ മുതൽ വിശ്വസിക്കുന്നൊരു പ്രിൻസിപ്പിളുണ്ട്. കോൺടാക്ട്സ് വിൽ ബിക്കം കോൺട്രാക്ട്സ്. കോൺടാക്റ്റുകളാണ് നാളെ കോൺട്രാക്റ്റുകളായി മാറുന്നത്. നമ്മളുടെ കോൺടാക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നും നിരന്തരം എല്ലാ ദിവസവും. അത് ഈ ബിസിനസ്സിന് വേണ്ടിയല്ല, നിരന്തരം ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു പരിപാടി. എല്ലാ ദിവസവും പുതിയ ഒരാളെ, ഒരു സുഹൃത്തിന്, അതൊരു സെക്യൂരിറ്റിക്കാരനായിരിക്കാം, ഓട്ടോറിക്ഷ ഡ്രൈവറായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പോകുന്നൊരു കടയിലെ ആളായിരിക്കാം. ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ അവരെ പരിചയപ്പെടുക, ചുമ്മാ ക്ഷേമം ചോദിക്കുക, അവരുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്. കാരണം പല ആൾക്കാരും സന്തോഷമായിട്ടും സംസാരിക്കാറ് പോലുമില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ അതിന് ഭയങ്കര സ്കോപ്പാണ്. ചിരിച്ചുകൊണ്ട് നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചാൽ അവർ പെട്ടെന്ന് മറക്കില്ല. കാരണം ഇവിടെ ആരും ചിരിക്കാറില്ല. എല്ലാവരും രാവിലെ നമ്മളേതാണ്ട് വലിയ ദ്രോഹം ചെയ്തിട്ട് നടക്കുന്ന പോലെയാണ്. നമ്മൾ പലപ്പോഴും ഈ ഫോറിനേഴ്സിനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളിവിടെ ചുമ്മാ രാവിലെ മോർണിംഗ് വാക്ക് ഹായ് ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നതാണ്. അവർക്ക് എന്താ വേറെ ഇവിടെ ആയാലും മലയാളികൾ പറയാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. അവർ ചുമ്മാ കണ്ടു കഴിഞ്ഞാൽ ഹായ് എന്താണ് ഒരു പോസിറ്റീവ് എക്സ്പ്രഷൻ അങ്ങോട്ട് കൊടുത്താൽ തിരിച്ച് മറ്റൊരു സ്മൈൽ ചെയ്യും, നമ്മുടെ ഒരു വാംത് ഫീൽ ചെയ്യും. വൈകുന്നേരം നമ്മൾ എപ്പോഴും ഒരു പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം, രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും 4 പേരുടെ ഇന്ന് താങ്ക് യു കേട്ടിട്ട് നമ്മൾ കിടക്കാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും താങ്ക് യു എന്ന് പറയാൻ ആരെക്കൊണ്ടെങ്കിലും പറയിപ്പിക്കുക. പക്ഷേ നമ്മളിവിടെ പലപ്പോഴും രാത്രി ഒരു 10 പേരുടെയെങ്കിലും പ്രാക്ക് കേട്ടിട്ടാണ് പല ആൾക്കാരും രാത്രി കിടന്നുറക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആരുടെയെങ്കിലും പ്രാക്ക് കേട്ട് ഇതെല്ലാം നമുക്ക് വരും. ഇതെല്ലാം നമ്മളിലേക്ക് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ആരൊക്കെ വേണം നമ്മൾ ചുമ്മാ ഒരു ഛേദമില്ലാത്ത ഉപകാരങ്ങൾ പോകുന്ന വഴി എന്തെല്ലാം നമ്മൾ റോഡിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുണ്ടോ? ആരെങ്കിലും ഒന്ന് നടന്നു പോകുന്നു, വണ്ടി നിർത്തി കൊടുക്കുക, അവരെ ഒന്ന് കടത്തി വിടുക. ചില പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ബാക്കിയുള്ളവരെ കൂടെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് അവരെ ഒന്ന് കടത്തുക. എത്ര നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. അല്ല ഒരാൾ വണ്ടി റിവേഴ്സ് ഇറക്കി വരുന്നത്, നമുക്ക് ഇടയുണ്ടെങ്കിൽ നമ്മളൊന്ന് റിവേഴ്സ് ഇറക്കി ഇട്ട് കൊടുക്കുക. അവർക്ക് നമ്മൾ എത്ര പേര് നമ്മുടെ നാട്ടിൽ ചെയ്യാറുണ്ടെന്ന് ആലോചിച്ചു. പക്ഷേ ഇതൊക്കെ പുറത്തെ രാജ്യത്ത്, ഇപ്പോൾ അമേരിക്ക പോലത്തെ രാജ്യം, അവരെ ഞാൻ പുകഴ്ത്തുന്നല്ല. നമ്മൾ നല്ല കാര്യങ്ങൾ ആരുടെയാണെങ്കിലും അഡോപ്റ്റ് ചെയ്യണമല്ലോ. പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർ നിർത്തി അവരെ ഹെൽപ്പ് ചെയ്തിരിക്കണം. ഒരു സിറ്റിസൻ്റെ ഉത്തരവാദിത്തമാണെന്നാണ് പഠിപ്പിക്കുന്നത്. അതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അത് ലോകം മുഴുവൻ സുഹൃത്തുക്കളെ ഉണ്ടാക്കുക. കൂടാതെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കറണ്ട് ഇൻകം. ഇന്നത്തെ ഇൻകം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ ഇന്നിപ്പം മാക്ലേണിൽ നിന്ന് വേറെ വരുമാനം കിട്ടിയില്ലാന്ന് തന്നെ വിചാരിക്കുക. ഇന്ന് ഞാൻ കണ്ടിരിക്കുന്നത്, ഞാൻ വളരെ അതുപോലെ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ അടുത്തിടപെടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. വെൽത്ത് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരു രാജ്യത്തു നിന്നും, ലഞ്ച് ഒരു രാജ്യത്തു നിന്നും, ഡിന്നർ വേറെ രാജ്യത്തു നിന്നും കഴിച്ച് നടക്കുന്ന ആൾക്കാരുമായിട്ട് അടുത്തിടപെട്ടിട്ടുണ്ട്. അവരൊക്കെ ഒരിക്കലും അവരുടെ കിട്ടുന്ന ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു ഇൻകം നേരെ അക്കൗണ്ടിൽ വരുന്നിടത്ത് ഉപയോഗിക്കുകയില്ല. അവരൊക്കെ വെൽത്ത് ഉണ്ടായതിൻ്റെ സീക്രട്ട് അവർ പറഞ്ഞെന്താണെന്നറിയോ? അവരുടെ മന്ത്ലി ഇൻകത്തിൽ നിന്ന് ഒരിക്കലും അവർ ചിലവാക്കില്ല. മന്ത്ലി ഇൻകം 2-3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് ചിലവാക്കുള്ളൂ. ഒരിക്കലും നമ്മൾ സാധാരണക്കാരെന്താണ് ചെയ്യുന്നത്? ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കിട്ടുന്ന പൈസ ചിലവാക്കിയിട്ട് മിച്ചം ഉണ്ടെങ്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലും ചെയ്യാറില്ല. പക്ഷേ ഇവർ വളരെ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് ചെയ്യുന്നത്? അവരുടെ ഒരിക്കലും ഡയറക്റ്റ് അവർക്ക് വരുന്ന ഇൻകം നേരെ ചിലവാക്കുകയല്ല ചെയ്യുന്നത്. അത് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പ്രോഫിറ്റിലൂടെ അവർ അതേ സ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പം മറ്റേ ബേസിക് സാധനം ഒരിക്കലും എടുത്ത് സ്പെൻഡ് ചെയ്യത്തില്ല. വിറ്റ് ഉണ്ണികളെന്നർത്ഥം. അപ്പോൾ ഇതിനെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊരു സ്കൂളിലും കോളേജിലും കിട്ടിയിട്ടില്ല. നമുക്ക് കുറേ കണക്ക് പഠിക്കാനുണ്ട്. കണക്കറിയാൻ മേലാത്തവനെ പിടിച്ചിരുത്തി കണക്ക് പഠിപ്പിക്കുകയും, അതായത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, കുരങ്ങനെയും മീനെയും പശുവിനെയും എല്ലാവരെയും കൂടെ ഒന്നിച്ച് ഒരു ബെഞ്ചിൽ ഇരുത്തി പഠിപ്പിച്ചിട്ട് നീന്തൽ മത്സരത്തിൽ കുരങ്ങൻ അമ്പെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ കുരങ്ങന് C ഗ്രേഡ് കിട്ടുന്നു. അവൻ പരാജയപ്പെട്ടല്ലോ. മരം കയറ്റ മത്സരത്തിൽ മീൻ പരാജയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ഓരോ സർട്ടിഫിക്കറ്റും കൊടുത്ത് നിന്നെ കൊണ്ടൊന്നിനും കൊള്ളിയല്ല, യൂസ്ലെസ് ആണെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റും കൊടുത്ത് അവനെ പറഞ്ഞു വിട്ട് ജീവിതത്തിലെ മുഴുവൻ കോൺഫിഡൻസും കുറയ്ക്കുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് അൺഫോർച്ചുനേറ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എംപ്ലോയീസിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് അൺഫോർച്ചുനേറ്റ്ലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വെറും ജോലിക്കാരനാക്കാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നടന്നുകൊണ്ടിരുന്നത്. ഭാഗ്യവശാൽ കുറച്ച് കാലമായിട്ട് എൻ്റർപ്രണർഷിപ്പിനെ കുറിച്ചൊക്കെ കോളേജുകളിലൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. പക്ഷേ അതും പഠിപ്പിക്കുന്നത് പലപ്പോഴും ആരാണ്? ജീവിതത്തിൽ ഒരു ബിസിനസ്സും ചെയ്തിട്ടില്ലാത്തവരാണ്. ആരെക്കൊണ്ടെങ്കിലും പുറത്തുനിന്ന് വന്നൊരു സ്പീക്കറെയൊക്കെ വിളിച്ച് പലപ്പം ചെയ്യാറുണ്ട്. ഞാനും ഒക്കെ ചില സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതിലൂടെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ആ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുള്ളൂ. അപ്പോൾ അതിനുള്ള സാധ്യതകളൊക്കെ ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കറണ്ട് ഇൻകം, ഇന്നത്തെ ഇൻകം നിങ്ങൾക്ക് 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള നോളജ് ഇതിനകത്ത് കിട്ടും. ഹൈ ഇൻകം സ്കിൽ, അക്വയറിങ് ഹൈ ഇൻകം സ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കാരണം മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നു, എക്കണോമി ബൂം ചെയ്യുവാണ്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ 80കളിലാണ് എക്കണോമി ബൂം ചെയ്തത്.
എക്കണോമി ബൂം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുതൽ നമ്മൾ ഈ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ വർഗ്ഗം ഇല്ലാതെ പോകും. ഇന്ന് രണ്ടറ്റം മുട്ടിക്കാൻ ഓടുന്ന ആൾക്കാരുടെ അവസ്ഥ ഇന്ന് തന്നെ രണ്ടറ്റം കൂട്ടിമുട്ടുന്നില്ല. ഈ രാജ്യം എക്കണോമി ബൂം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന അതിൻ്റെ ഒരു ഹീറ്റാണ് നമ്മളിവിടെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ആര് വിചാരിച്ചാലും മാറ്റാനും പറ്റിയില്ല. നിങ്ങളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് വികസനം, ഇത് റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് ഒക്കെ കണ്ടില്ലേ? ഇതെല്ലാം ഭയങ്കരമായ, ഇപ്പം ടാറ്റ തന്നെ 2000 ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലേക്ക്. ഇതൊന്നും തന്നെ ആൾക്കാർ വരികയില്ലാത്തതുകൊണ്ടാണോ? ഭയങ്കരമായ ഒരു പടപ്പുറപ്പാടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും വലിയൊരു ഗ്രോത്ത് സകല മേഖലയിലും അതുപോലത്തെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുക. ഇതിനിടയിൽ ഇനി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാത്ത ഇപ്പം ബുദ്ധിമുട്ടുന്ന ആൾക്കാരെയൊക്കെ എവിടെ ഉൾക്കൊള്ളിക്കും എന്നുള്ള കാര്യത്തിന് ആർക്കും ഒരു ക്ലാരിറ്റി ഇല്ല. അവരെക്കുറിച്ചൊന്നും ആർക്കൊന്നും ചെയ്യാനും പറ്റില്ല. കുത്തൊഴുക്ക് വരുന്നതിനകത്ത് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം ഹൈ ഇൻകം സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക, പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഹൈ ഇൻകം സ്കില്ലിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നോളജിയൊക്കെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ഇൻകം സ്കില്ലാണ്. കാരണം അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മനുഷ്യനായിട്ട് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂമൻ ടച്ചും കൂടെ, കാരണം മെഷീൻസുമായിട്ട് ഡീൽ ചെയ്യുന്നത് കൂടെ അല്ലാതെ അവർക്ക് ഒരു മൈൻഡ് അല്ലെ ഒരു ഇമോഷൻ ഉണ്ടാക്കാൻ പറ്റിയല്ലോ മെഷീൻസിന്. അത് മനുഷ്യനെ പറ്റുള്ളൂ. അപ്പോൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ എപ്പോഴായാലും എന്നായാലും ആൾക്കാരെ ആവശ്യമുണ്ട്. ആൾക്കാരില്ലാതെ പൂർണ്ണമായിട്ടും സെയിൽസ് നടക്കുകയില്ല. കാരണം ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് കുറേയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാലും ആൾക്കാരെ റീറ്റെയിൻ ചെയ്യാനൊന്നും മെഷീൻസിന് സാധിക്കില്ല. അത് മനുഷ്യൻ തന്നെ വേണ്ടി വരും. അപ്പോൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഒരു ഹൈ ഇൻകം സ്കില്ലാണ്. പബ്ലിക് സ്പീക്കിംഗ് ഒരു ഹൈ ഇൻകം സ്കില്ലാണ്. ഇതൊക്കെ ഇതിൽ കൂടെ ആർജിക്കാവുന്ന കഴിവുകളാണ്. അപ്പോൾ അതൊക്കെ ഹൈ ഇൻകം സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇത് സാധിക്കും. ഇതുകൂടാതെ പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ ആൾക്കാരെ സംബന്ധിച്ച് നമുക്കിപ്പോൾ കിട്ടുന്ന ആക്റ്റീവ് ഇൻകം മാത്രമാണ്. നമ്മളിപ്പം ഓടി നടക്കുമ്പോൾ കിട്ടുന്ന ഇൻകത്തിനെയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. അതുകൊണ്ട് സർവൈവൽ നടക്കും, അത്രയേ ഉള്ളൂ. പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആബ്സെൻസിൽ നാളെ നമ്മൾ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പം നമ്മുടെ സിസ്റ്റം അല്ലെ മൊബൈൽ നോക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വന്ന് കിടക്കുന്നതിൻ്റെ മെസ്സേജ് ആയിരിക്കണം കാണുന്നത്. അതിനെയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിനകത്ത് പോസിബിളാണ്. നമ്മൾ സാധാരണ നോർമൽ ആൾക്കാർ ആ പൈസയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ പൈസ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നെന്ന് പറയും. പൈസ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതിനെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചിലപ്പോൾ നമ്മുടെ വിശ്വാസം ഇന്നും കുട്ടികളെ പല ആൾക്കാരെയും പല വലിയ കോഴ്സുകൾക്കൊക്കെ നമ്മൾ പറഞ്ഞു വിടുന്നുണ്ട്. അവരെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ചിലപ്പം ഒരു ബെൻസും BMW ഒക്കെ മേടിച്ചിട്ട് ഇതിൽ നടക്കുന്ന പല ആൾക്കാരുടെയും ജീവിതം ഉണ്ടാവണമെന്നായിരിക്കും നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്. ബെൻസ് ആണെങ്കിലും BMW ആണെങ്കിലും ഇന്നത്തെ ഈ മാസത്തെ EMI എങ്ങനെ അടയ്ക്കുമെന്ന് ചിന്തിച്ചിട്ട് ഓടുന്ന ഒരാൾ ഒരിക്കലും അതിൻ്റെ ഒരിക്കലും ലക്ഷറി എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഒരു 1.5 കോടി രൂപയുടെ വീട് വാങ്ങി അതിനകത്ത് 1,40,00,000 ലോണിലാണെങ്കിൽ അതിൻ്റെ നമുക്കൊരു ഇൻകം സോഴ്സ് മാത്രമേ ഉള്ളെങ്കിൽ അത് അവരെ സംബന്ധിച്ച് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാലൻസ് തെറ്റാൻ എന്നാ നേരം വേണം. പുറത്ത് നിൽക്കുന്ന ഒരാളുടെ വിചാരം അവർക്ക് ഭയങ്കര ലൈഫ് സ്റ്റൈലാണെന്നാണ്. തലയുടെ മുകളിൽ കൂടെ പുക പറക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ എനിക്കറിയാം. തലയ്ക്ക് മുകളിൽ കൂടെ പുകയാണ് പറക്കുന്നത്. വൈകുന്നേരമൊക്കെ പല കമ്പനിയിലും സീനിയർ ലെവലിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷേ വൈകുന്നേരം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ തലയുടെ മുകളിൽ കൂടെ പുക പറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയ്ക്കും ഭ്രാന്തായി. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഡോക്ടർമാരൊക്കെ 8 മണിക്കൂർ ഉറക്കം എന്നൊക്കെ പറഞ്ഞ ഈ ക്രൈറ്റീരിയ ഒക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയെങ്കിലും ഉറങ്ങിയില്ല അയാൾ ചത്തുപോകും. അതുകൊണ്ടാണ്. കാരണം അത്ര സ്ട്രെസ്സിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് റിലാക്സ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്ത് നമ്മുടെ ശരീരം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഫുഡ് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും നമുക്ക് വേണ്ട സാധനം വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നവരെ സംബന്ധിച്ച് ഇതൊന്നും ഇല്ലേലും വർക്ക് ചെയ്യും. കാരണം ഇവിടെ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പല ആൾക്കാരുടെയും ജീവിതം നോക്കിയാൽ അവർക്ക് എത്ര മണിക്കൂർ അനായാസം വർക്ക് ചെയ്ത് പോകുന്നു. കാരണം എന്തുകൊണ്ടാണ്? അവർക്കത് വർക്ക് ചെയ്യാനുള്ള എനർജി ഉണ്ട്. വലിയ പ്രൊജക്റ്റിലാണ് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. രാവിലെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് മോർണിംഗ് ഷോയ്ക്ക് സിനിമയ്ക്ക് പോകണം. മോർണിംഗ് ഷോയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണ്? ടിക്കറ്റ് കൗണ്ടറിൽ പോലും ഒരു ക്യൂ ഇല്ല. നേരെ പോയിരുന്ന് നമുക്ക് ഇഷ്ടമുള്ളിടത്തിരുന്ന് മലനിരുന്ന് സിനിമ കാണാം. ഇത് എത്ര പേർക്ക് സാധിക്കും? മോർണിംഗ് ഷോയ്ക്ക് പോകാൻ പറ്റണം. ഇതുപോലത്തെ നമ്മൾ ബാക്കിയുള്ള ആൾക്കാർ വരാത്ത സമയത്ത് ക്യൂവിൽ നിൽക്കാതെ പോകാൻ പറ്റുന്ന ഫ്രീഡം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, കാരണം എന്താണ്? വൈകുന്നേരം നിങ്ങൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും വൈകുന്നേരം 5 മണി കഴിഞ്ഞിട്ടുള്ള സമയം ഏറ്റവും തിരക്കാണ്. കാരണം എന്തുകൊണ്ടാണ്? എല്ലാവരും അന്നേരമാണ് ഫ്രീ ആകുന്നത്. ഞായറാഴ്ച ദിവസം എല്ലാവരും ഫ്രീ ആണ്. ബാക്കി വീക്ക് ഡേയ്സ് മുഴുവൻ എല്ലാവരും ബിസിയാണ്. അപ്പം ബാക്കി വീക്ക് ഡേയ്സ് മുഴുവൻ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു ജീവിതത്തിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാ ദിവസവും ഞായറാഴ്ചയാക്കാൻ പറ്റുന്ന ഒരു ജീവിതത്തിനെക്കുറിച്ച് ആലോചിച്ച് നോക്കി. ഇന്ന് ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ അറിയാൻ മേല. ഇന്ന് ഏതാണെന്ന് നമുക്കറിയാൻ മേലാത്തൊരവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി. കാരണം എല്ലാ ദിവസവും നമുക്ക് സൺഡേ ആകുന്നൊരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളത് കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അവരുടെയൊക്കെ ജീവിതം എന്താണെന്നുള്ള കാര്യം. കാരണം അവർ പൈസയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വെൽത്ത് എന്ന് പറയുന്നത് ഒരു സാധനം എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സർട്ടൻ ലെവലിൻ്റെ മുകളിലേക്ക് എത്തുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമുക്ക് ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള കൂടുതൽ ആൾക്കാർക്കും ഏറ്റവും പറ്റാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 2 എക്സ്ട്രീമും പലപ്പോഴും കണ്ടിട്ടില്ല.
ടോപ്പും കണ്ടിട്ടില്ല, ബോട്ടവും കണ്ടിട്ടില്ല. അതായത് ശരിക്കും ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അതും നമുക്കറിയാൻ മേല. നമ്മൾ പ്രാഗി പറഞ്ഞ് ജീവിക്കുന്നു. നമുക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും നമുക്കില്ലാത്തതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മുടെ കൂട്ടുകാരും അവർ കാറ് മാറി ഉടനെ നമ്മൾ കാറ് മാറിയില്ലോ എന്ന് പറഞ്ഞാൽ മതി. വേറൊരാളൊരു നല്ല വീട് വെച്ചു, നമുക്കിതുവരെ പുതിയ വീട് വെക്കാൻ പറ്റിയിട്ടില്ലോ എന്ന് ഒരു ടെൻഷൻ. ഇങ്ങനെ ഒരു സർക്കിളിനകത്ത് പല ആൾക്കാരും നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മളൊരു റോൾ മോഡലായിട്ട് വെച്ചിരിക്കുന്നതൊക്കെ ആ റേഞ്ചിലുള്ള ആൾക്കാരെ മാത്രമാണ്. അതിൻ്റെ താഴെയുള്ളവരെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മളൊരു ക്യാൻസർ വാർഡിൽ പോയൊരു 4 ദിവസം പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സാധനങ്ങളും നമുക്ക് ഒന്നും വേണ്ട, ഞാൻ ജീവിച്ചോളാം, മര്യാദയ്ക്കൊന്ന് രാവിലെ എഴുന്നേക്കാം. എത്രയോ പേര് രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുന്നില്ല. ഇപ്പോൾ രാവിലെ ഒന്ന് എഴുന്നേറ്റാൽ തന്നെ ഒന്ന് നന്ദി പറഞ്ഞ് നമ്മുടെ ഈ കാണാൻ പറ്റുന്നുണ്ട്, ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എത്രയോ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഉറങ്ങിയിട്ട് മാസങ്ങളായിട്ടുള്ള ആൾക്കാർ. അന്നേരം മനസ്സിലാകും നമുക്ക് ഉറക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര നന്ദി പറയണം എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെയുള്ളവരെയും പലരും കണ്ടിട്ടില്ല. എന്നാൽ ശരിക്കും ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെയും കണ്ടിട്ടില്ല. ഇതാണ് ഇതിനകത്തെ പ്രോബ്ലം. അപ്പോൾ ഇത് രണ്ടും കാണും. 2 എക്സ്ട്രീമും കണ്ടാൽ ലൈഫ് കുറച്ചുകൂടെ മനോഹരമായിരിക്കും. അപ്പോൾ ആ 2 എക്സ്ട്രീം കാണുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ പാസീവിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂളായിട്ട് ഇതൊക്കെ ഇറങ്ങി നടന്ന് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളിടത്തൊക്കെ പോകാനുള്ള ഫ്രീഡം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഏറ്റവും ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. 4 വഴിയിൽ നിന്നും പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികൾ വരും. ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് നല്ലതേതാ ചീത്തയേതാന്ന് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയുള്ള കാലത്ത് ആൾക്കാർ പല സാധനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് 100 കണക്കിന് അല്ല 1000 കണക്കിന് ഓപ്പർച്യൂണിറ്റിക്കകത്തുനിന്ന് ഏറ്റവും നല്ലത് ആപ്റ്റായിട്ടുള്ള തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായൊരു കാര്യമാണ്. അതിനകത്ത് പല ആൾക്കാരും എന്നോട് പറഞ്ഞാൽ അവരുടെ നല്ല ഇൻകം പ്ലാനാണ്. ഇൻകം പ്ലാൻ അല്ല ഇമ്പോർട്ടൻറ്റ്. ഇൻകം പ്ലാൻ ആരുണ്ടാക്കുന്നതാണ്? മനുഷ്യരുണ്ടാക്കുന്നതാണ്. ഇൻകം പ്ലാനോ പ്രൊഡക്റ്റോ പോലും മോശമല്ലെങ്കിൽ പോലും നമുക്കത് വേണം ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പീപ്പിളാണ്, മനുഷ്യരാണ്. മനുഷ്യരെ ചേഞ്ച് ചെയ്യാൻ ബേസിക് ക്യാരക്ടർ അവനവൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടാകണം. അത് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് കുറേ ഡെക്കറേഷൻ ഉണ്ടാക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഒരു ഫാമിലിയിൽ നിന്നുണ്ടായി വരുന്ന പേരൻസും അപ്പനും അപ്പൂപ്പന്മാരും നമ്മുടെ അതാണ് ട്രഡീഷണൽ പാരമ്പര്യം എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം. അവിടെയാണ് ക്യാരക്ടർ ഉണ്ടാകുന്നത്. ആ ക്യാരക്ടർ ഇല്ലാത്ത ഒരാൾക്ക് ക്യാരക്ടർ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. കോമ്പിറ്റൻസി, അതായത് കഴിവുകൾ നമുക്ക് ട്രെയിനിങ്ങിലൂടെ ഉണ്ടാക്കാം, ക്യാരക്ടർ ട്രെയിനിങ്ങിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമല്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ആരാണെന്നൊന്നും അറിയാതെയാണ് പലരും പലതിനകത്തും പോയി ചാടുന്നത്. 3 മാസം കഴിഞ്ഞ് നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ളവരോടെല്ലാം പറയും 3 മാസം കഴിയുമ്പോഴത്തേനും ഇത് കാണുകയില്ല, അല്ലെങ്കിൽ നമ്മളെ പരിചയപ്പെടുത്തി വേറെ വഴിക്ക് പോയി, അല്ലെങ്കിൽ ആ കമ്പനി വേറെ വഴിക്ക് പോയി എന്ന് പറയാം. നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ കോമാളിയായിട്ട് അല്ലെങ്കിൽ സർക്കസിലെ ബഫൂൺ വരുന്ന പോലെ ആയിരിക്കും പിന്നെ അവരെ കാണുന്നത് പബ്ലിക്ക്. അവൻ വരുന്നുണ്ട്, അടുത്ത കോടാലിയായിട്ടായിരിക്കും എന്ന് പറയുന്ന ഒരവസ്ഥയിലായിരിക്കും. ഇങ്ങനെയാണ് പല ആൾക്കാരും, പ്രത്യേകിച്ച് ഈ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞാൽ കമ്പനികൾ എൻകാഷ് ചെയ്യുന്നത് ആൾക്കാരുടെ ഫേസ് വാല്യൂ, നമ്മുടെ ക്രെഡിബിലിറ്റിയാണ് എൻകാഷ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആൾക്കാരോട് പറയുന്നത് വളരെ സൂക്ഷിച്ചേ പറയാവുള്ളൂ. ജെനുവിനാണോ അല്ലോ ജെനുവിനായിട്ടുള്ള ആൾക്കാരാണോ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അവരുടെ ട്രാക്ക് എന്താണ്, അവരൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് എന്താണ്, അവർ ചെയ്തിട്ടുള്ള ജെനുവിനായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണോ, ക്രെഡിബിലിറ്റി ഉള്ളവരാണോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തുണി അഴിച്ചിട്ട് റോഡിൽ നിൽക്കുന്ന അവസ്ഥയാവും. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇന്ന് പല ആൾക്കാരും പലതിനകത്തും പോയി ചാടുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് അതാണ് ഏറ്റവും, അതായത് ഇതിൻ്റെ പുറകിലുള്ള ആൾക്കാരെന്താണ്, കമ്പനി എക്സ്പെർട്ടൈസ് ഓഫ് പീപ്പിൾ, അവരുടെ എക്സ്പെർട്ടൈസ് എന്താണ്, അവർ ഈ പറയുന്ന വിഷയത്തിൽ അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണോ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത് അവരുടെ വാല്യൂ സിസ്റ്റം, അവർ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണോ, എന്താണ് വാല്യൂ സിസ്റ്റം. നമ്മൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഏത് തൊഴിലും ചെയ്യുന്നവർ അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങളുണ്ടാവും. പോക്കറ്റ് അടിക്കുന്നവർക്ക് പോലും, കള്ളന്മാർക്ക് പോലും അവർക്കൊരു ന്യായീകരണങ്ങളുണ്ട്. കാരണം അത് എനിക്കില്ലാത്തതുകൊണ്ടല്ലേ, ഞാൻ ഉള്ളവൻ്റെ അല്ലേ എടുത്തത്. എനിക്ക് തന്നെ പരിചയമുള്ള ഒരാളൊരു കള്ളനുണ്ട്. അദ്ദേഹം പറയുന്നത് അതിപ്പോൾ നമുക്ക് വിശന്നിട്ടല്ലേ 2 യോട് കപ്പ പറിച്ച് തന്നെ അവരുടെ പറമ്പിൽ കപ്പയുണ്ട്, എനിക്കില്ല, എനിക്ക് വിശന്നിട്ട് ഒരു 2 യോട് കപ്പ പറിച്ചെന്ന് വെച്ചാൽ അവർ നശിച്ചൊന്നും പോകുമല്ലോ. അത് അദ്ദേഹത്തിൻ്റെ ന്യായീകരണമാണ്. മോഷ്ടിച്ചതല്ലേന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ, കാരണം അദ്ദേഹം വിശ്വസിക്കുന്നത് അവർക്ക് ഒത്തിരി ഉണ്ടല്ലോ, ഞാൻ അതിനകത്ത് 2 യോട് കപ്പ പറിച്ചെന്നല്ലേ ഉള്ളൂ, അല്ലെ ഒരു കൊല തേങ്ങ ഇട്ടെന്നല്ലേ ഉള്ളൂ. അതിനിപ്പോൾ ഇതിന് മാത്രം പറയാനുണ്ട് അവർക്ക് എത്ര തേങ്ങ ഉണ്ട്, ഞാനിപ്പോൾ 2 കൊല എടുത്തെന്ന് വെച്ചാൽ അവർ നശിച്ചു പോകും. മോഷ്ടിക്കുന്ന പല ആൾക്കാർക്ക് മോഷ്ടിച്ചതിന് ന്യായീകരണങ്ങളുണ്ട്. ചില ആൾക്കാർ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് 2500 രൂപയുടെ മറ്റേ ഡിന്നർ കഴിച്ചിട്ട് തിരിച്ചു പോരാൻ നേരത്ത് നൈഫും ഫോർക്കും എടുത്ത് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോരുന്നവരുണ്ട്. ഒരു തരത്തിലൊരു രോഗമാണ്. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. ഇത് ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിച്ചിട്ട് അവിടുന്ന് തിരിച്ചു ഇറങ്ങി പോകുന്ന സമയത്ത് ബാത്റൂമിലെ ടവലും ഈ ഇതിൻ്റെ ക്ലോത്തും വരെ എടുത്ത് പെട്ടിക്കകത്ത് പാക്ക് ചെയ്തിട്ട് വരുന്നവരുണ്ട്. അവർക്കിത് ചോദിക്കാൻ മടി. എന്നിട്ട് അവർ പയ്യെ വില കുറഞ്ഞൊക്കെയാണ് അവർ മൈൻഡ് ചെയ്യാതെ കൊടുക്കും, കാരണം ഇത്രയും ബില്ല് മേടിക്കുന്നല്ലേ എന്ന് ഓർത്ത്. പക്ഷേ വില കൂടിയ സാധനമൊക്കെ എടുത്തിട്ടുണ്ട് അവർ പറയും സാർ ഒന്നും അറിയാതെ വല്ലതും എടുത്ത് സാറ് മാറിപ്പോയിട്ടുണ്ടോ, ബാഗിനകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് പറയാനൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഇല്ലെങ്കിൽ ബില്ലിൻ്റെ കൂടെ അടിച്ച് കൈക്കകത്ത് കൊടുക്കും. കാരണം അവർക്കും ന്യായീകരണമുണ്ട് ഇത് എടുത്തവർക്ക്. എന്താണെന്നറിയോ, ഇവന് ഒരു ദിവസത്തേക്ക് നമ്മൾ
10,000 രൂപ റെൻറ്റ് കൊടുത്തതല്ലേ, അതിനകത്ത് ഇപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പം? കാരണം ന്യായീകരണം എപ്പോഴും ഉണ്ട്. അപ്പം നമ്മൾ അതാണ് വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വാല്യൂ സിസ്റ്റമായിട്ട് മാച്ച് ചെയ്യുന്നവരാണോ, അതായത് നമ്മൾ ഇതിൻ്റെയൊക്കെ പുറകിൽ ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളുടെ പുറകിൽ പ്രവർത്തിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാതെ ആരുടെയെങ്കിലും കൂടെ പോയി ചാടിയിട്ട് 3-4 മാസം നമ്മുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ പോയി ഇത് പറഞ്ഞതിന് ശേഷം നമ്മുടെ പാരച്യൂട്ടിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ മുകളിൽ ആളില്ലെങ്കിൽ, പാരച്യൂട്ടിൻ്റെ അംബ്രല ഇല്ലെങ്കിൽ നമ്മൾ ചങ്കടിച്ച് നിലത്ത് വീഴും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പുറകിലുള്ള ആൾക്കാരൊക്കെ ജെനുവിൻ ആൾക്കാരാണോ, നല്ല ആൾക്കാരാണോ, അവരുടെ വാല്യൂ സിസ്റ്റം നേരെ ചൊവ്വേ നല്ല കാര്യങ്ങൾ ചെയ്തും നല്ല കാര്യം ചെയ്ത് ജീവിക്കണമെന്ന്, മനുഷ്യനെ സഹായിച്ചും മനുഷ്യന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തും അല്ലെങ്കിൽ മിനിമം വേറെ ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെങ്കിലും ആണോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മളൊരു പരിപാടിക്ക് ചാടിയില്ലെങ്കിൽ നമ്മൾ അവസാനം നമ്മളുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നൊരു സാധനം പോയി കിട്ടും. നമ്മളെ ആരും വിശ്വസിക്കാത്ത ഒരവസ്ഥ വരിക എന്നുള്ളതാണ് ജീവിതത്തിൽ വരാവുന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. പൈസയൊക്കെ പോയ നാളെ നമുക്കുണ്ടാവും. ഒരാൾക്ക് ജീവിതത്തിൽ പല ആൾക്കാരും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പൈസയാണ്. പൈസ പോയാൽ ഉണ്ടാകുമെന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പേടിക്കുന്നത്. സത്യത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ലോസിൽ ഏറ്റവും ചെറിയ ലോസ് പൈസയാണ്. നമ്മുടെ ക്രെഡിബിലിറ്റി പോയി ആരും നമ്മളെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഉള്ള ലോസ് എന്താണെന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ആരോഗ്യം പോയി വേറൊരാൾ നമ്മുടെ ബന്ധു കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ. അവർക്ക് എന്ത് തരാൻ പറ്റും? പൈസയില്ല വേറൊരാൾക്ക് തന്ന് സഹായിക്കാം. അവരുടെ ബന്ധു വിചാരിക്കും അവനിപ്പം ഇത്തിരി മോശമാണ്, എനിക്കൊരു 50,000 രൂപ അവന് കൊടുത്ത് സഹായിക്കണമെന്ന് വിചാരിച്ചാൽ സഹായിക്കാം. നമുക്കൊരു അസുഖമാണെങ്കിൽ ആർക്ക് സഹായിക്കാൻ പറ്റും? നമ്മുടെ ക്രെഡിബിലിറ്റി പോയി, നമ്മളെ പേര് പോയി, അഡ്രസ്സ് പോയി, ആർക്ക് സഹായിക്കാൻ പറ്റും? അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിബിലിറ്റിയാണ്. അത് പോകാതിരിക്കണമെങ്കിൽ അത് തരത്തിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ. രണ്ടാമത് കമ്പനിയെക്കുറിച്ച്, കമ്പനി നല്ലതാണോ, ജെന്യൂൻ? പണ്ടത്തെ കാലത്ത് 50 വർഷം 100 വർഷമായ ഒരു കമ്പനിയാണ് എന്ന് പറയുന്നത് പോസിറ്റീവായിരുന്നെങ്കിൽ, പക്ഷേ ഈ കഴിഞ്ഞ 5-10 വർഷമായിട്ടുള്ള കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പുതിയ കമ്പനി ലോകത്തിൽ നിന്ന് മുഴുവൻ വളർന്നിരിക്കുന്ന മുഴുവൻ ഈ ലാസ്റ്റ് 10 വർഷത്തിനിടെ സ്റ്റാർട്ട് ചെയ്ത കമ്പനികളാണ് ലോകം മുഴുവൻ വളർന്നിരിക്കുന്നത്. കാരണം പുതിയ ടെക്നോളജിയിലാണ് ഇന്ന് ഗ്രോത്ത് മുഴുവൻ നടക്കുന്നത്. അപ്പോൾ ടെക്നോളജി കമ്പനികളാണ് വളരുന്നത്. അതുകൊണ്ട് ഇന്ന് പാരമ്പര്യം മാത്രം വെക്കാൻ പറ്റിയില്ല. കാരണം പഴയ കമ്പനികൾക്ക് പലർക്കും ഇന്ന് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ പറ്റാതെ, കാരണം അവർ ടെക്നോളജിയിലേക്ക് വരാൻ സാധിക്കാതെ കിടന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാൻ പറയാം. ഇന്നത്തെ പഴയ ബാങ്കുകൾ, പണ്ടുണ്ടായിരുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പണ്ടുണ്ടായിരുന്ന ബാങ്കുകളിൽ ഇപ്പോഴും ചെന്നാൽ സർവീസ് എത്ര പൂറാണ്, എത്ര മോശമാണ്. അതേ സ്ഥാനത്ത് ന്യൂജൻ ബാങ്കുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ഒരു ചെറിയൊരു ഓഫീസ്, അവിടെ പിയൂൺ ആരാ മാനേജർ ആരാന്ന് അറിയാൻ പറ്റില്ല. എല്ലാവരും കൂടി ഡെസ്കിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്ന കാണാൻ പറ്റും. എല്ലാവരും ചേട്ടാ ചേച്ചി എന്നും പറഞ്ഞ് നടക്കുന്ന കാണാൻ പറ്റും. കാരണം ഇവരെല്ലാവരും കൂടി കസ്റ്റമറുടെ വീട്ടിൽ ചെല്ലുന്നു, ഒന്ന് ഫോൺ ചെയ്ത് കസ്റ്റമറുടെ അടുത്ത് ചെല്ലുന്നു, ഡീൽ ചെയ്ത് കൊടുക്കുന്നു. മറ്റേടത്ത് കസ്റ്റമറുടെ എംപ്ലോയിയുടെ വീട്ടിൽ ചെന്നാൽ പോലും നടക്കില്ല. ഇവിടെ കസ്റ്റമറുടെ വീട്ടിൽ നിന്ന് കാര്യം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ അവിടുത്തെ മാനേജറുടെ വീട്ടിൽ ചെന്നാൽ പോലും ഒരു നിസ്സാര കാര്യം നടക്കില്ല. എനിക്ക് ഈ അടുത്ത കാലത്ത് വരെ ഉണ്ടായതാണ്. കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ചെന്നിട്ട് പൈസ പേ ചെയ്തു, അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി. അത് കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റാഫ് എന്നോട് പറയുക 2 ദിവസം എടുക്കും കേട്ടോ എന്ന്. ഏത് RTGS ചെയ്തിട്ട് കോട്ടയത്ത് നിന്ന് എറണാകുളത്ത് നിന്നല്ല, ഇന്ത്യയിൽ എങ്ങോട്ടും RTGS ചെയ്യാനായിട്ട് എന്നാ സമയം വേണം? മാക്സിമം 2 hours മാക്സിമം. അതിന് ട്രാൻസ്ഫർ ചെയ്ത് ഫണ്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളോട് നേരെ പറയുകയാണ് 2 ദിവസം എടുക്കുമെന്ന്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിനി ഇതുവരെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ചെല്ലരുത്, അതിനുവേണ്ടി ബ്ലോക്ക് ചെയ്തേക്കുന്നത്. അങ്ങോട്ട് ഇനി ചെല്ലരുത്, അതിനുവേണ്ടി പറയുന്ന. ഒന്ന് ആലോചിച്ച് നോക്കി എത്ര പരിതാപകരമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഫണ്ട് റിവേഴ്സ് ചെയ്യാൻ പറഞ്ഞത്. റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇനി RBI അവധിയാണോ സംശയമാണ്. ഞാൻ പറഞ്ഞു RBI എവിടെയാണെന്ന് വെച്ചാൽ വിളിക്കുക, അല്ലെങ്കിൽ ഞാൻ നടന്നു പോയി കൊടുത്തോളാം, എന്നാൽ പോലും 2 ദിവസം എടുക്കുകയല്ലോ എന്ന് പറഞ്ഞു. കാരണം ഇതുപോലത്തെ സർവീസ് ഉള്ള ആൾക്കാരാണ് ഓൾഡ് കമ്പനികളിൽ പല സ്ഥലത്തും ഇരിക്കുന്നത്. അവരെ ഒരു ദിവസം കൊണ്ട് മാറ്റാൻ എളുപ്പമല്ല. ഇപ്പം ന്യൂ ജനറേഷൻ കമ്പനികളാണ് ഇന്ന് പെർഫോമിംഗ് ആയിട്ടുള്ള കമ്പനികൾ. അപ്പോൾ അതുകൊണ്ട് കമ്പനിയുടെ ഏജ് നമ്മൾ പ്രസക്തിയില്ല. ഇന്നത്തെ കാലത്ത് പുതിയ കമ്പനികളാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ. പിന്നെ പ്രൊഡക്റ്റ് നല്ലതാണോ, ജെന്യൂൻ ആണോ എന്നുള്ളത് ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യണം. നല്ല പ്രൊഡക്റ്റാണ്, വാല്യൂ, അതായത് വാങ്ങുന്ന. ഇപ്പം നമ്മുടെ മാക്ലേനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പോൾ 9,300 രൂപയായി. കാരണം ഡോളർ റേറ്റിൻ്റെ ഡിഫറൻസ് വന്നുകൊണ്ട് ഈ 9,300 രൂപയുടെ 10 ഇരട്ടിയോ 25 ഇരട്ടിയോ വാല്യൂ ഉള്ളൊരു പ്രൊഡക്റ്റാണ് ഡെലിവറി ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു. കാരണം ഒരു സ്ഥലത്തും കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രൊഡക്റ്റാണ്. ഇവിടെ ഇഷ്ടംപോലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ 2-3 മാസം വെറും ക്രിപ്റ്റോയും ഫോറക്സും പഠിപ്പിച്ച് വിടുന്നതിനും ചാർജ് ചെയ്യുന്നുണ്ട് 30,000-40,000 രൂപ. ദുബായിലൊക്കെയാണ് 2-2.5 ലക്ഷം രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. അത് 3 മാസം കോഴ്സ് കഴിഞ്ഞാൽ അവർക്ക് കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. നാളെ പോയി നമ്മൾ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യണം. ആ സമയത്താണല്ലോ ഒരു സപ്പോർട്ട് ആവശ്യം. ആ സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അതേസമയത്ത് ഇവിടെ ലൈഫ് ടൈം സപ്പോർട്ട് കിട്ടുന്നു. 1. 2, ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ലോ, 9,300 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ്. മൂന്നാമത് എന്താണ്, ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം ഇതിൻ്റെ കൂടെ ഇൻബിൽറ്റ് ആണ്. അത് വേറൊരാളെ നമുക്ക് നല്ലതെന്ന് തോന്നിയാൽ വേറൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതിൽ കൂടെയും വരുമാനം ഉണ്ടാക്കാം. എപ്പോഴും മനസ്സിലാക്കുക, ട്രേഡിങ്ങിൽ ഒരാൾക്ക് വരുമാനം ഉണ്ടാകുന്നത് വേറൊരാളുടെ പൈസ പോകുന്നതാണ്. വേറെ മാജിക്കൊന്നുമില്ല. ആർക്കാണ് പൈസ കിട്ടുന്നത്? എക്സ്പീരിയൻസ് ഉള്ളവർക്ക്. പൈസ പോകുന്ന ആർക്കാണ്? എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക്. അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഇവിടെ ചെയ്താൽ മതി. അതുവരെ ഈ പ്ലാറ്റ്ഫോം പ്രൊമോട്ട് ചെയ്ത് ഇൻകം ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. 2 ഡുവൽ എഞ്ചിനാണ്.
ഫ്ലൈറ്റിനൊക്കെ 2 എഞ്ചിനാണ്. കാരണം ഒരെണ്ണം ഫെയിൽ ആയാലും ഇപ്പറേ സാധനം അതിനാണ് ഡബിൾ എഞ്ചിൻ വെച്ചിരിക്കുന്നത് എന്ന് പറയുന്ന പോലെ ഇത് ഡബിൾ എഞ്ചിൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അറിയാവുന്നവരെ സംബന്ധിച്ച്, കാരണം ട്രേഡിംഗ് ആണെങ്കിലും ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണല്ലോ, അല്ലാതെ മോശം കിട്ടാനല്ലല്ലോ എന്ന് പറയുന്നത് തന്നെ. ഇവിടെ പ്ലാറ്റ്ഫോം പ്രൊമോട്ട് ചെയ്താലും ഇൻകം കിട്ടും, അവിടെയും പൈസ കിട്ടും. അത് ട്രേഡിങ്ങിൽ കൂടെ അത് മൾട്ടിപ്ലൈ ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, അല്ല നേരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങളുടെ ചോയ്സാണ്. ഇവിടെ ആരും ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ ട്രേഡ് ചെയ്യണം അല്ല ഒന്നും പറയുന്നില്ല, അത് നമ്മുടെ ചോയ്സാണ്. പക്ഷേ പഠിക്കുകയാണെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ എല്ലാ ആഴ്ചയിലും 3-4 ട്രെയിനിങ്ങുകളുണ്ട്. അതിനകത്ത് കയറുക, നല്ല ആൾക്കാരുമായിട്ടും വളരെ നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരായിട്ടുള്ള അസോസിയേഷൻ കിട്ടും, എല്ലാം ഉണ്ട്. 9,300 രൂപ കൊടുക്കുന്നത് ഒരു 2 ലക്ഷം 2.5 ലക്ഷം രൂപയുടെയെങ്കിലും വർത്ത് ഉള്ള ഒരു പ്രൊഡക്റ്റാണെന്ന് മനസ്സിലാക്കുക. അടുത്തത് ഇൻഡസ്ട്രി. ഏതൊക്കെ ഇൻഡസ്ട്രിയാണ് നമുക്ക് കിട്ടുന്നത്? നമ്മൾ ഇന്ന് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഗ്രോയിങ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും ഒക്കെ അതിവേഗതയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രികളാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം. പക്ഷേ പല ആൾക്കാരും പകച്ചു നിൽക്കുക, പല ആൾക്കാർക്കും അറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇന്നും അപ്ഡേറ്റ്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു വിമുഖതയുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും എപ്പോഴും മടിയാണ്. നമുക്ക് അറിയാവുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ചെറിയ കാര്യം പോലും, ഈ ഫോൺ തന്നെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? 10% പോലും ഉപയോഗിക്കുന്നില്ല. 90% അതിൽ ഉപയോഗിക്കാൻ അറിയാമല്ലാതെ അവിടെ ഇരിക്കുവാണ്. നമ്മൾ അത്യാവശ്യം ഫോൺ വിളിക്കുന്നുണ്ട്, വാട്സാപ്പ് നോക്കുന്നുണ്ട്, ചിലപ്പോൾ മെയിൽ നോക്കുന്നുണ്ടാവും. വളരെ ചുരുക്കം, അതിൻ്റെ 5% പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. 95% നമുക്കറിയില്ല. നമുക്ക് പഠിക്കാനോട്ട് നമുക്ക് മടിയാണ്, വിമുഖതയാണോ, നമ്മൾ തിരിഞ്ഞു നോക്കുകയില്ല. പക്ഷേ എന്ന് പറയുന്ന പോലെ ഇരുന്നാൽ ഇനിയുള്ള കാലത്ത് നമ്മൾ ഔട്ടായി പോകും. അതാണ് പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നതിന് ശേഷം ഇപ്പോൾ ഹെൽത്ത് കെയറിലൊക്കെ വരാൻ പോകുന്ന മാറ്റം ഭീകരമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയാമല്ല, സ്മാർട്ട് ടോയ്ലറ്റ്. അതായത് നമ്മൾ ബാത്റൂമിൽ പോയാൽ എല്ലാ ദിവസവും നമ്മുടെ യൂറിനും സ്റ്റൂളും ഒക്കെ തന്നെ ടെസ്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഡിസീസുകൾ, നമ്മൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അന്നേരം സെൻസ് ചെയ്യുകയും അന്നേരം അതിനുള്ള സൊല്യൂഷൻ കിട്ടുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ ഇതുപോലത്തെ എന്തെല്ലാം ചേഞ്ചസാണ് വരുന്നത്. ഇനി നാനോ റോബോട്ട്സ് വരുന്നു. അതായത് നമ്മുടെ ശരീരത്തിനകത്ത് ഇവനെ കയറ്റി വിട്ടാൽ എവിടെയാണോ പ്രോബ്ലം അത് റെക്ടിഫൈ ചെയ്തിട്ട് അവിടെ തന്നെ കറക്റ്റ് ചെയ്യും. ഡോക്ടേഴ്സിൻ്റെ ഒക്കെ തന്നെ പരിപാടികൾ വളരെ മോശമാകും. എൻ്റെ ഒരു സുഹൃത്ത്, പുള്ളി വലിയ ഹൈ പ്രൊഫൈൽ ഒരു എംപ്ലോയിയാണ്. അദ്ദേഹം ഈ നമ്മുടെ ഭാരതിയുടെയൊക്കെ പേരൻറ് കമ്പനിയുണ്ട്, എയർടെല്ലിൻ്റെ ഒക്കെ പേരൻറ് കമ്പനി ഭാരതിയുടെ സീറ്റ് ആയിരുന്നു. ഇവിടെ ഇന്നൊരു US ബാങ്കിൻ്റെ ഇന്ത്യ ഫിലിപ്പീൻസിൻ്റെ ഹെഡാണ്. 45,000 എംപ്ലോയീസ് ഉള്ള സ്ഥാപനത്തിൻ്റെ ഹെഡായിരുന്നു. അപ്പം അദ്ദേഹം റിസൈൻ ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഒരു 5 വർഷം മുമ്പ് അദ്ദേഹം ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ ഈ എക്സിക്യൂട്ടീവ് MBA ഒക്കെ കംപ്ലീറ്റ് ചെയ്ത്, എക്സിക്യൂട്ടീവ് MBA എന്ന് പറഞ്ഞാൽ നമ്മൾ കോളേജിൽ MBA പഠിക്കുന്ന എംപ്ലോയി ആകാൻ വേണ്ടി, എക്സിക്യൂട്ടീവ് MBA എന്നൊക്കെ പറഞ്ഞാൽ കമ്പനികളുടെ CEO ഒക്കെയാണ് അവിടെ വരുന്നത്. ടാറ്റയുടെ പോലെയുള്ള CEOമാരാണ് അതിനകത്ത് വരുന്നത്. ഒത്തിരി എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം ടോപ്പ് ലെവൽ കമ്പനിയുടെ റൺ ചെയ്യേണ്ട ആൾക്കാരൊക്കെയാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം അതൊക്കെ കഴിഞ്ഞ് ഇവരുടെ കമ്പനിയിൽ 5 വർഷം മുമ്പ് US വെച്ച് ഇവരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു ബോർഡ് മീറ്റിങ്ങിൽ പറഞ്ഞത് ഇനി എല്ലാ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ വേണം, അതായത് മനുഷ്യൻ തന്നെ ഡീൽ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ഒത്തിരി ആൾക്കാരെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞിരുന്നു. ഈ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് അവിടെ ചെന്നപ്പോഴത്തേന് അതേ ബോർഡ് റൂമിലിരുന്ന് പറഞ്ഞത് ഹ്യൂമൻ ആൾക്കാർ വേണ്ട, ഒരു ടോപ്പ് ലെവൽ മാത്രം ആൾക്കാർ മതി, ബാക്കി എല്ലാവരും പറഞ്ഞു വിട്ടേക്കാനാണ് പറഞ്ഞത്. 45,000 എംപ്ലോയീസ് ഉണ്ടായിരുന്നത് 30,000 പേരെ ഒറ്റയടി റിമൂവ് ചെയ്തു, ഒഴിവാക്കി. ഇതാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതൊക്കെ വന്നതിന് ശേഷം ഇതിനകത്തൊക്കെ എവിടെയാണ് നമ്മൾ പോയി പെടാൻ പോകുന്നത് എന്നുള്ളത്, ഈ ഒഴുക്കിനകത്ത് എവിടെ പോയി കയറും, എവിടെയെങ്കിലൊക്കെ അടിഞ്ഞു കിടക്കും. അതിന് പകരം നമ്മളൊരു കൃത്യമായിട്ടുള്ള ട്രാക്ക് ഉണ്ട്, അതിനകത്തൂടെ പോവുകയാണെങ്കിൽ ഈ ഇൻഡസ്ട്രികളൊക്കെ ഭയങ്കരമായിട്ട് മാറാൻ പോകും. ഇപ്പോൾ ഡ്രൈവർലെസ് കാർ ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഇപ്പം അത് അലോ ചെയ്യാലെന്ന് ഗഡ്കരി പറഞ്ഞിരിക്കുന്നു. കാരണം ഇവിടുത്തെ ഡ്രൈവർമാർക്ക് ജോലി പോകും. പക്ഷേ അത് മാറേണ്ടി വരും, മാറാതെ ലോകത്തിൻ്റെ മാറ്റമാണ്. ഇനി നമുക്ക് റോഡിൽ കൂടെ വണ്ടി ഓടിക്കണമെങ്കിൽ ലൈസൻസ് വേണമെന്നുള്ള ലെവലിലേക്ക് അതിന് സ്പെഷ്യൽ ലൈസൻസ് എടുക്കണം. കാരണം മറ്റൊരു കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ആക്സിഡൻറ്റ്സ് ഉണ്ടാകത്തില്ല. അതിനിടയ്ക്ക് മനുഷ്യൻ ഓടിച്ചാലാണ് ആക്സിഡൻസിന് ചാൻസ് കൂടുതലെന്നാണ് പറയുന്നത്. ഇപ്പോൾ എലോൺ മസ്ക് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുവാണ്. കേബിൾലെസ് ഇൻ്റർനെറ്റാണ്. അതായത് അത് സാറ്റലൈറ്റ്, അതായത് ചന്ദ്രനും സൂര്യനൊക്കെ പോലെ മുകളിൽ നിന്ന് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യും ലോകം മുഴുവനും. കേബിൾ വേണ്ട. ഇതെല്ലാം കാണിക്കുന്ന സിഗ്നൽ എന്താണ്? ഇൻ്റർനെറ്റ് റെവല്യൂഷനാണ്. കാരണം ഇവിടെ ജിയോയും അത് സ്റ്റാർട്ട് ചെയ്യുവാണ്. റിലയൻസും എലോൺ മസ്കൊക്കെ ഇന്ത്യയിലേക്ക് വന്നാൽ ലോകം ഭരിക്കുന്നത് ഇപ്പോൾ എലോൺ മസ്കാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ US പ്രസിഡൻറ്റിനെ പോലും അവിടെ ആക്കിയത്, അവിടെ എത്തിച്ചത് അദ്ദേഹം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ട്രെൻഡുകൾ മുഴുവൻ കാണിക്കുന്നത് എന്താണ്? മുഴുവനും ഇൻ്റർനെറ്റ്, ഈ ഡിജിറ്റൽ ബിസിനസ്സാണ് ഇനി നടക്കാൻ പോകുന്നതെന്നുള്ളത് അതിൻ്റെ ഒരു കാഹളമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ കുത്തൊഴുക്കിനകത്ത് നമ്മൾ എവിടെയെങ്കിലും പോയി അടിഞ്ഞുകൂടാതിരിക്കണമെങ്കിൽ ശരിയായിട്ടുള്ള കാര്യങ്ങളുടെ കൂടെ ശരിയായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ നേട്ടം ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് വലിയ ത്രെട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ 3-4 കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ എന്തിനിത് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാണ് ഇത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും. പല ആൾക്കാരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വളരെ സിമ്പിൾ സ്റ്റെപ്പുകളുണ്ട്, അത് ഞാൻ പറയാം. അത് ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ട് പോലും അതിനെക്കുറിച്ച് പറയാത്തതിൻ്റെ കാരണം എന്താണ്? എങ്ങനെയെന്നുള്ളത് ഏറ്റവും സിമ്പിൾ സാധനമാണ്. ആണ് ഏറ്റവും പ്രധാനം. എന്തിനിത് ചെയ്യണം? കാരണം നമ്മൾ നോർമൽ ഒരു ബിസിനസ്സാണ്, ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, കോംപ്ലിക്കേഷൻ ഇഷ്ടം പോലെ ഉണ്ട്, ബാങ്ക് ലോൺ ഉണ്ട്. അതിന് നമ്മൾ ആരും മോട്ടിവേറ്റ് ചെയ്യൊന്നും വേണ്ട, ബാങ്ക് മാനേജർ മോട്ടിവേറ്റ് ചെയ്തോളൂ. ബാങ്ക് മാനേജർ വേണ്ട, ലോൺ അടയ്ക്കില്ല, ഇല്ലെങ്കിൽ എന്ന്
മറ്റേ ആറാറാണ് വീട്ടിലേക്ക് ഞങ്ങൾ വരാൻ പോകാമെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഓടിച്ചെന്നോളും. അതേ സ്ഥാനത്ത് ഇതിനകത്താവൊന്നും പറയാൻ ഇത്രയും രൂപയുടെ കാര്യമുള്ളൂ, പോയാൽ പോട്ടെന്ന് പറഞ്ഞ് നമുക്ക് പോകാം. അപ്പോൾ വേറൊരു എംപ്ലോയി ആണെങ്കിൽ നമുക്ക് ശമ്പളം തരുന്നവർ നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ചോളും. അവിടെയും നമ്മുടെ മോട്ടിവേഷനൊന്നും ആവശ്യമില്ല. രാവിലെ അമ്മയ്ക്ക് മേലെങ്കിലും ഞാൻ തൽക്കാലം ജോലിക്ക് പോയിട്ട് വരും, അമ്മ ഇപ്പോൾ തൽക്കാലം ഇവിടെ കിടക്കാൻ പറഞ്ഞിട്ട് പോകും. കൊച്ചിന് അസുഖമാണേലും നമുക്ക് ജോലിക്ക് പോകേണ്ടി വരും, കാരണം അല്ലെ പൈസ തരുന്നവൻ പണിയെടുപ്പിക്കാതെ പറഞ്ഞു വിടും. അപ്പോൾ ഇവിടെ ഇത് രണ്ടുമില്ല, ലക്ഷങ്ങളോ കോടികളോ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല, നമ്മളെ ആരും പറഞ്ഞു വിടാനുമില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, സാധാരണ ഒരു 10,000 രൂപയുടെ ജോലി കിട്ടണമെങ്കിൽ 10 പേര് ഇൻ്റർവ്യൂവിന് പോയാൽ ഒരാൾക്കല്ലേ കിട്ടുകയുള്ളൂ. ഇവിടെ പലരെ ഇൻ്റർവ്യൂ ചെയ്യാതെ ആയിരിക്കും നിങ്ങളെ പല ആൾക്കാരെ എടുത്തിരിക്കുന്നത്. ഞാൻ ഇൻ്റർവ്യൂ ചെയ്താണ് സാധാരണ എടുക്കാറ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പോകുക, അവരെ ഗ്രോ ചെയ്യാൻ പോകുക, ലക്ഷങ്ങളും കോടികളും ടേൺ ഓവറുള്ളൊരു ബിസിനസ്സിൻ്റെ പാർട്ണറാണ് ആകാൻ പോകുന്നവരാണ്. അവർ മച്ചുവർ ആയിരിക്കണം, നമുക്ക് അവരോട് ഡീൽ ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം. അവരെ ഇൻ്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്യുകയാണ് ഞാൻ ചെയ്യാറ്. അല്ലാത്ത ആൾക്കാരെ, കാരണം അവരുടെ കൂടെ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പം ഇവിടെ ഫ്രീ ആയിട്ട് നമ്മൾ വരുന്നവൻ തീരുമാനിച്ചാൽ മതി എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഇതൊക്കെ പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഒന്നും പറയേണ്ടി വരികയില്ല. മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഒന്നും പറയേണ്ട വരില്ല. അവർ ഓണാണ്, നല്ല ഓപ്പർച്യൂണിറ്റികളാണെങ്കിൽ അവർ ഓണാണ്. അപ്പം നമ്മൾ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു? നോർമലി പീപ്പിൾ ആർ വർക്കിംഗ് ഇൻ ഫിയർ. നമ്മൾ പേടിയിൽ വർക്ക് ചെയ്ത് ശീലിച്ചിട്ടുള്ള, നഷ്ടസാധ്യതയിൽ വർക്ക് ചെയ്ത് ശീലിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് പോസിബിലിറ്റിയിൽ വർക്ക് ചെയ്ത് ശീലം ഉള്ളൊരു വിഷണറീസാണ്. അല്ലാത്ത ആൾക്കാർ മുഴുവൻ നഷ്ടം വരുന്നത് എവിടെയാണോ, നഷ്ടം വരുവാന്ന് കേട്ടാൽ നമ്മൾ വർക്ക് ചെയ്യും, അല്ലെ നമ്മളൊന്നും ചെയ്യത്തില്ല. നഷ്ടം വരും എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ഇങ്ങനെ ശീലിച്ച് പോയി ചെറുപ്പം മുതൽ. നേട്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് വലിയ താല്പര്യമില്ല, നഷ്ടം വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടും. ഇങ്ങനെ വർഷങ്ങളായിട്ടുള്ള പ്രോഗ്രാമിംഗ് ആട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ശീലിച്ച് പോയിട്ടുള്ളതുകൊണ്ട് അതൊക്കെ ചിലപ്പം നമ്മൾ മാറ്റേണ്ടി വരും. നമ്മൾ എന്താണ് ഡിഫൈൻ യുവർ റീസൺസ് ടു ഡു. നമ്മൾ ഇപ്പം നമ്മൾ ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ TV കാണാവുന്നതാണ്, സിനിമയ്ക്ക് പോകാവുന്നതാണ്, പല തമാശ കളിക്കാൻ പറ്റുന്ന സമയമാണ്. എന്തിനു വേണ്ടി ഈ സമയം നിങ്ങൾ ഇതിനകത്തിരിക്കണം? അല്ലെങ്കിൽ മാക്ലേണുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ റെഗുലറുണ്ട്, എന്തിനാണ് അറ്റൻഡ് ചെയ്യണം? അല്ലെ നമ്മൾ മാക്ലേണുമായിട്ട് 2 കൂട്ടുകാരോട് സംസാരിക്കാൻ പോകുന്നത്, നമ്മളിന്ന് സുഖമായിട്ട് നമ്മുടെ മലയാളികളുടെ ഭാഷ പറഞ്ഞാൽ 2 സ്മോളൊക്കെ അടിച്ച് നമ്മൾ സുഖമായിട്ട് കൂടാവുന്ന സമയത്താണ് എല്ലാവരെയും വിളിക്കണം, സംസാരിക്കണം. എന്തിനാ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ റീസൺസ് ഉണ്ടാവണം. ഈ റീസണാണ് ഈ ബിസിനസ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് വേറെ ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയെല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ തന്നെ ചെയ്തേ പറ്റുള്ളൂ, നിങ്ങൾ തന്നെ കണ്ടെത്തിയേ പറ്റുള്ളൂ. അത് ആദ്യം എഴുതി വെക്കുക. എന്തിനു വേണ്ടിയാണ് നിങ്ങളിത് ചെയ്യുന്നത്? അത് നിങ്ങൾ ശരിയായ എല്ലാ ദിവസവും എടുത്ത് നോക്കണം. നിങ്ങളിത് എഴുതി വെക്കണം. അന്നേരം എന്തെങ്കിലും മടുപ്പ് വരുന്നുണ്ടോ, ഡീമോട്ടിവേഷൻ വരുന്നുണ്ടോ, ഇതിലേക്ക് നോക്കുക. എന്താണ് നിങ്ങളുടെ ആവശ്യം? ഇത് ചെയ്തിട്ട് എന്ത് നേടാം? അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഒരുപക്ഷെ ചെറുപ്പകാലം മുതൽ നിങ്ങൾ ആഗ്രഹിച്ച് നടക്കുകയില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അതേ നോക്ക്. അപ്പോൾ ആരെങ്കിലും നെഗറ്റീവ് പറയുകയോ കളിയാക്കുകയോ ചെയ്യുമ്പോഴത്തേന് ഇതിലേക്ക് നോക്കുക. അല്ലാതെ ചെറിയൊരു വരുമാനം കിട്ടാൻ വേണ്ടി ഉള്ളതിനൊക്കെ നമ്മൾ ഒരു പരിധിക്കുള്ള ആരും എഫേർട്ട് എടുക്കത്തില്ല. നമ്മൾ വലിയ സ്വപ്നങ്ങളെ ചേസ് ചെയ്യുന്ന ഒരാളായിട്ട് മാറുക. അതാണ് ഞാൻ പറഞ്ഞു, വലിയ സ്വപ്നങ്ങളെ ചേസ് ചെയ്യുന്ന അവരുടെ ഫ്രീക്വൻസി വേറെയാണ്. ആ ലെവലിലേക്ക് നമ്മൾ വെറും ഓർഡിനറി ക്ലാസ് ആയിട്ട് ഈ നെഗറ്റീവ് ചർച്ചകളുള്ള ആ ക്ലബ്ബിൽ നിന്നും അവരെയൊന്നും ഒഴിവാക്കണം എന്നല്ല പറയുന്നത്. ഞാൻ ഇന്നലെയും കൂടെ നമ്മളോട് സംസാരിച്ചുള്ളൂ. ഞാൻ പറയുന്നത് നമ്മൾ അബ്നോർമലാണെന്ന്, അതാണ് വേണ്ടത്. നമ്മൾ അബ്നോർമലാണെന്ന് കേൾക്കുക എന്നുള്ളതാണ്. ലോകത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ളവർ മുഴുവൻ അബ്നോർമലായിരുന്നു. നോർമൽ ആൾക്കാരാണ് നോർമൽ എംപ്ലോയി ആയിട്ട് പോയിരുന്നു വർക്ക് ചെയ്യുന്നത്. അബ്നോർമൽ ആൾക്കാരാണ് ലോകത്ത് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ളതും എല്ലാവരും. മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ അബ്നോർമൽ ആൾ. കാരണം ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ, ഇൻ്റർനെറ്റോ സാധനങ്ങളോ ഒന്നും ഇല്ലാത്ത കാലത്ത് ഒരു രാജ്യത്തെ മൊത്തം ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്ത് ഇത്രയും വലിയൊരു സമരം നയിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അത് തോക്കിൻ്റെ മുമ്പിൽ ഒരു കൈയും വീശി ഷർട്ട് പോലും ഇടാതെ തുണി പോലും ഇല്ലാതെ ഒരാൾ ചെല്ലുക എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അത്ഭുതം സംഭവിപ്പിക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ ആരെങ്കിലും അബ്നോർമലാന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 75% വിജയിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ബാക്കി പ്രോസസ്സ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. വീട്ടിലുള്ളവരും ഭാര്യയും കുട്ടികളും ചിലപ്പോൾ നാട്ടുകാരും ഒക്കെ നമ്മളെ അബ്നോർമൽ, എന്നെ അറിയാവുന്നവരെല്ലാവരും തന്നെ അബ്നോർമലായിട്ടാണ്. കാരണം നോർമൽ ആൾക്കാർ ചെയ്യാത്ത കുട്ടികളെയാണ് നമ്മളെപ്പോഴും പോകുന്നത്. നമ്മുടേതായ പാത വെട്ടി പോകാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്, അല്ലാതെ ഒരു ജോലി കിട്ടാത്തതുകൊണ്ടോ ഒന്നുമല്ല. നമ്മുടേതായ പാത, നമ്മളൊരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം എങ്ങനെ ഇരിക്കണം, അതിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ച് ഒരു സിനിമയിലെ ഒരു ഡയറക്ടറാണ് എന്താ ചെയ്യുന്നത്? ഒരു നായകൻ ഇടി കിട്ടി കിടക്കുമ്പോൾ, ഒരു നായകൻ സിനിമയിൽ വരുന്നു, ഒരു നായകനെ ഇടി കിട്ടി താഴെ കിടക്കുവാണ്, അല്ലെ വില്ലന്മാർ പുറത്ത് കയറുന്ന ഇടിക്കുവാണ്. അവിടെ ബാക്കി സാധാരണ ആൾക്കാരെ ടവലൊക്കെ എടുത്ത് കണ്ണുനീര് തുടയ്ക്കുന്നുണ്ടാവും. പക്ഷെ നായകനകത്തിരുന്ന് ചിരിക്കുമായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ആ നായകൻ ഇടികിട്ട് താഴെ കിടക്കുമ്പം ആ തിയേറ്ററിൽ ഇരിക്കുന്നവർ ടവലെടുത്ത് കരയുന്നുണ്ടെങ്കിൽ അത് ആ സിനിമ വിജയിച്ചു എന്നാണ് ആ ഡയറക്ടറുടെ ശരിക്കും ആ നായകൻ അത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റിയെന്നാണ് ഡയറക്ടർ എന്താണോ ആഗ്രഹിച്ചത് അത് ഡെലിവർ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്.
അപ്പോൾ അതായത് നമ്മളെ ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇടികളൊക്കെ ഇഷ്ടംപോലെ കിട്ടും. കാരണം വലിയ സ്വപ്നങ്ങളെ ചേസ് ചെയ്യാൻ പോകുന്നവർക്ക് ഇഷ്ടംപോലെ വീഴ്ചകളും തളർച്ചകളും ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് ഒരു നായകൻ സ്ക്രീനെ നമ്മൾ നായകനായിട്ട് സ്ക്രീനിൽ കാണുക, ഒരു ഡയറക്ടർ ഇരുന്ന് കാണുന്ന പോലെ നമ്മൾ കാണുക. സ്ക്രീനിൽ എപ്പോഴും നമ്മളെ സ്ക്രീനിലാണ് കാണുന്നത്, ഓഡിയൻസിൻ്റെ കൂടെ അല്ല കാണേണ്ടത്. പല ആൾക്കാർക്കും ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അവർ ഓഡിയൻസിൻ്റെ കൂടെ കാണുന്നുള്ളൂ, അവരെ അവർ സ്ക്രീനിൽ വരുന്നതായിട്ട് കാണുന്നില്ല. സ്ക്രീനിൽ നായകനായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങുക. എന്നിട്ട് ഒരു ഡയറക്ടർ എന്ന് നോക്കിയിരിക്കുന്നവരെ കാണുക ആ സിനിമ. കാരണം ഡയറക്ടർക്ക് അറിയാം ക്ലൈമാക്സ് എന്താണെന്ന്, ലാസ്റ്റ് എവിടെയാണ് കൊണ്ട് എത്തിക്കേണ്ടെന്നും. അത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഡയറക്ടർക്ക് അറിയാം സിനിമ ഈ നായകൻ 8 പേര് പുറത്ത് കയറി ഇടിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് നായകനാണ് ജയിക്കാൻ പോകുന്നതെന്ന് അറിയാം. മാത്രമല്ല ആ നായകനെ ചലഞ്ചസ് ഇല്ല, ആൾക്കാർ ഇതുപോലെ പുറത്ത് കയറി ഇരിക്കുകയും ചലഞ്ചസ് ഇല്ലെങ്കിൽ ആരെങ്കിലും 200 രൂപ ടിക്കറ്റ് എടുത്ത് അവിടെ പോയി കയറുമെന്ന് ആലോചിച്ച് നോക്കുക. ഒരു നായകൻ ഒരു സൈഡിൽ കൂടെ വരുന്നു, ആ ഒരു പെൺകുട്ടി ഇങ്ങനെ സൈഡിൽ കൂടെ വരുന്നു, അയ്യോ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു, അയ്യോ ചേട്ടൻ എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി വരുന്നു. ഈ സിനിമയാണെങ്കിൽ ആരെങ്കിലും 100 രൂപ കൊടുത്താൽ തിയേറ്ററിൽ പോയി ഇരിക്കുമായിരുന്നു ആലോചിച്ച് നോക്കാം. ചലഞ്ചസ് ഉള്ളത് അത് അതിജീവിച്ച് വരുന്നതിനെയാണ് ആൾക്കാർ ഹീറോ ആയിട്ട് കാണുന്നത്. ഇപ്പോൾ ചലഞ്ചസ് ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ നന്ദി പറയുക. ഈ ചലഞ്ചസൊക്കെ നമ്മളെ ഒരു കോച്ച്, ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ എല്ലാ ഇൻ്റർവ്യൂ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, സച്ചിൻ്റെ കോച്ച് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. സച്ചിൻ നിങ്ങൾക്ക് സച്ചിനെ ആയിരിക്കും അറിയാമെന്ന്, പക്ഷേ സച്ചിനെ വെളുപ്പിനെ 5 മണിക്ക് മഞ്ഞത്തും മഴയത്തും നിർത്തി ട്രെയിൻ ചെയ്യിച്ച ഒരു കോച്ചുണ്ട്, അദ്ദേഹത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ മേലായിരിക്കും. അദ്ദേഹമാണ് സച്ചിനെ സച്ചിനാക്കി എന്ന് പറയും. എന്ന് പറയുന്ന പോലെ നമ്മളെ കോച്ച്, നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളൊരു ദൈവത്തിലോ സൃഷ്ടാവിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മുടെ കോച്ച് ഒരു നല്ല കോച്ച് എന്ന് പറഞ്ഞാൽ ഒരു ടഫസ്റ്റ് ടെസ്റ്റുകൾ നമുക്ക് തരും. നമ്മളെ ആ ഒരു ടെസ്റ്റിലൂടെ കടത്തി വിടുന്നതിൻ്റെ ഭാഗമാണ് എന്തെങ്കിലും ചലഞ്ചസ് വന്നിട്ടുണ്ടല്ലോ അതെല്ലാം തീർക്കാൻ തന്നിരിക്കുന്ന ഒരു അവസരമായിട്ട് നമ്മൾ ശരിയായ രീതിയിൽ കാണുക. അപ്പോൾ നമ്മളെ റീസൺസ്, ഡ്രീമുകൾ എഴുതി വെക്കുക. അത് എന്തൊക്കെയാണ് 1 by 1 എഴുതി വെക്കുക. പല ആൾക്കാരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു 5 എണ്ണം 6 എണ്ണം എഴുതി കഴിയുമ്പോൾ നിന്ന് പോകും. നിങ്ങളൊരു 100 കാര്യം വീട്ടിൽ നിന്ന് എഴുതി നോക്കി, ഒരു 100 എണ്ണം എനിക്ക് ജീവിതത്തിൽ അച്ചീവ് ചെയ്യാനുള്ള 100 എണ്ണം ഒരു ലിസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. അന്നേരം മനസ്സിലാവും പല ആൾക്കാർ സ്റ്റക്കാവും. അവരുടെ വിചാരം കാശ് വന്നാൽ ഇതൊക്കെ മേടിക്കാവുന്നതാണ്. അങ്ങനെ കാശ് വരില്ല. കാശ് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാനിന് വേണ്ടിയുള്ള കാശ് പുറകെ വന്നോളൂ. ആ പ്ലാൻ ഇല്ലാത്ത ആൾക്കാരുടെ കയ്യിൽ പൈസ കിട്ടില്ല. അപ്പോൾ പ്ലാൻ ഉണ്ടാക്കുക. ചിലപ്പോൾ വിചാരിച്ച സമയത്ത് കിട്ടിയില്ലേ പോലും കിട്ടാതിരിക്കുകയില്ല. നമ്മളത് കിട്ടിയിട്ടേ, കൊച്ചു പിള്ളേർ ടോയ്സിൻ്റെ പുറകെ നിൽക്കുന്ന പോലെ കിട്ടിയിട്ടേ മാറുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് കിട്ടാതിരിക്കില്ല. ചിലപ്പോൾ ഡിലേ വരുമായിരിക്കും. ഡിലേയിങ് ഈസ് നോട്ട് ഡിനേയിങ് എന്ന് പറയും. താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് ഡിനേ ചെയ്യുന്നതായിട്ട് കൂട്ടരുത്, കിട്ടിയിരിക്കുക. അതിൻ്റെ പുറകെ ചേസ് ചെയ്യുക. എത്ര പ്രതിസന്ധി വന്നാലും ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ, കാരണം ആൾക്കാരുടെ മുമ്പിൽ നമ്മളിവിടെ ജീവിച്ചതിന് ഒരു സിഗ്നേച്ചർ ഇട്ടിട്ടേ തിരിച്ചു പോകുമെന്ന് തീരുമാനം എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അത് സംഭവിച്ചേ മതിയാവുള്ളൂ. അതിൻ്റെ പുറകിൽ അത് കിട്ടിയിട്ടേ മടങ്ങാവുള്ളൂ. കൊച്ചു കുട്ടികൾ ടോയ്സ് വാങ്ങാൻ വേണ്ടി വഴക്ക് പിടിക്കുന്ന പോലെ നിൽക്കുക, കിട്ടാതിരിക്കത്തില്ല. അപ്പോൾ അതിന് ഡേറ്റ് ഇടുക. ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്യാനുള്ള ഡേറ്റ് നിങ്ങൾ ഇടുക. ആ ഡേറ്റ് വരുമ്പോൾ തന്നെ അതിൻ്റെ ഗൗരവം വരുള്ളൂ. വൈ ആണ് ഏറ്റവും നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്. ഹൗ ടു ഡു എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ സാധനങ്ങളാണ്. ഞാനിനി പറയാൻ പോകുന്ന ഒന്നും ചെയ്യാൻ മേലാത്ത കാര്യങ്ങളൊന്നുമില്ല. എന്താണ് ചെയ്യേണ്ടത്? എല്ലാ മീറ്റിങ്ങും അറ്റൻഡ് ചെയ്യുക. ബോറം മീറ്റിങ്ങുകളായിരിക്കും ചിലപ്പോൾ. ഒരു ചോയ്സും ഇല്ല. ഈ ബിസിനസ് കൂടെ സീരിയസ് ആയിട്ട് വളരുന്ന ഒരാളാണെങ്കിൽ ബോർ മീറ്റിംഗ് കേട്ടോണ്ടിരിക്കുക എന്നല്ലാതെ, ഞങ്ങൾ ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഈ മീറ്റിംഗ് കേൾക്കുന്ന ആൾ ചിലപ്പോൾ ഇത് തന്നെയല്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച, ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് തന്നെയല്ലേ പള്ളിയിലെല്ലാം ഞായറാഴ്ചയും കുർബാന സെയിം തന്നെയല്ലേ, അതോ അച്ഛൻ മാറ്റിയാണോ കുർബാന ചൊല്ലുന്നത്? സെയിം കുർബാന കേൾക്കാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയിരിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ എല്ലാ മീറ്റിങ്ങും വന്നിരിക്കാൻ പറഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് തന്നെയല്ലേ പിന്നെയും പറയുന്നത് അവിടെ പോയിരിക്കുന്നതെന്ന്. ഇതിനൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അവിടെ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ കേൾക്കണ്ട. ബോറാണെന്നത്തെ പ്രസൻറ്റേഷനെങ്കിൽ അത്രയും ബോറായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് പോലും ഇതിനകത്ത് വിജയിക്കാമെങ്കിൽ എനിക്കതിനൊക്കെ നല്ലതായിട്ട് ചെയ്യാൻ മേലെന്ന് ചിന്തിക്കുക. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾ അങ്ങനെ ചിന്തിക്കുള്ളൂ. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾ ഇന്നത്തെ മീറ്റിംഗ് മോശമായിരുന്നു, അവിടെ ആളെ കയറ്റിയിട്ട് ശരിയായില്ലെന്ന് വിചാരിക്കും. അന്നേരം പറയേണ്ടത് ബോറിനായ അങ്ങേർക്ക് പോലും ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ നിനക്ക് ഇതിനേക്കാൾ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിച്ചാൽ പോസിറ്റീവായിട്ടൊരാൾ അങ്ങനെ ചിന്തിക്കുന്നു. ഒരു ഓട്ടോറിക്ഷ ഓടിച്ചു നടക്കുന്ന ഒരാൾ അവരുടെ അറിയാവുന്ന കാര്യമല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അവർക്കുള്ള വിദ്യാഭ്യാസം വെച്ചിട്ടല്ലേ അവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അവർ സംസാരിക്കുമ്പം അവർക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ട് ഒരാൾക്ക് എന്തുമാത്രം ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ളവരെ ജീവിതത്തിൽ രക്ഷപ്പെടുകയുള്ളൂ. അപ്പം ബോർ മീറ്റിംഗ് ആയിരിക്കാം ചിലപ്പം, പക്ഷേ എല്ലാ മീറ്റിംഗും അറ്റൻഡ് ചെയ്യണം. നോ ചോയ്സ് ഇല്ല. എല്ലാ മീറ്റിങ്ങും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ചുമ്മാ സിസ്റ്റം ഫോളോ ചെയ്യുക. നമ്മുടെ ബുദ്ധി അപ്ലൈ ചെയ്യരുത്. നമ്മുടെ ബുദ്ധി അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഇൻഡസ്ട്രി വിജയിച്ച ഒരാളായിരിക്കണം. വിജയിച്ചിട്ട് ചെയ്തോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. വിജയിക്കാത്തിടത്തോളം കാലം ഈ ഇൻഡസ്ട്രി അറിയാൻ മേലാതെ. നമ്മൾ ചിലപ്പം പല കാര്യങ്ങളിലും വളരെ അറിവുള്ള ആളായിരിക്കും. അത് നമുക്കറിയാവുന്ന വിഷയത്തിൽ മാത്രമാണ്, ഈ വിഷയത്തിലല്ല. ഈ വിഷയത്തിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാർ പറയുന്നത് അതേപടി വിഴുങ്ങുക, അത്രേ ഉള്ളൂ. സിമ്പിൾ. ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. അത് ജസ്റ്റ് ഫോളോ ചെയ്യുക. അറ്റൻഡ് ഓൾ മീറ്റിങ്സ്. ഒരു ചോയ്സും ഇല്ല. എല്ലാ മീറ്റിങ്ങും ബോറൻ മീറ്റിങ്ങും റെപ്യൂട്ടേഷനും ആയിരിക്കും.
മുഴുവൻ ബോർ മീറ്റിംഗ് ആയിരിക്കും, സെയിം കോപ്പി ആയിരിക്കും, കാർബൺ കോപ്പി ആയിരിക്കും, മണ്ടത്തരങ്ങൾ പോലും ഉണ്ടാവും. ഒന്നും നോക്കേണ്ട, എല്ലാ മീറ്റിംഗും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ വിജയിക്കും. ഓരോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോഴും നിങ്ങളുടെ അസറ്റ് കൂടിക്കൊണ്ടിരിക്കുക. ഇത് മനസ്സിലായാൽ മതി. നിങ്ങൾ ചിന്തിക്കേണ്ടതായില്ല, ഓരോ മീറ്റിംഗും നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പം നിങ്ങളുടെ അസറ്റ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മീറ്റിംഗ് റിപ്പീറ്റേഷൻ ആയിരിക്കാം, ബോർ മീറ്റിംഗ് ആയിരിക്കാം, കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തന്നെ ആയിരിക്കാം. ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ മീറ്റിംഗും ഇരുന്ന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ അതിനകത്ത് കൂടുതൽ ബോധർ ചെയ്യാനും ചിന്തിക്കാനോ പോകാതിരിക്കുക. ഒരു നല്ല ലിസ്റ്റ് ഉണ്ടാക്കുക, മാക്സിമം ലിസ്റ്റ് ഉണ്ടാക്കുക. എത്ര കൂടുതൽ ലിസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും കൂടുതൽ നിങ്ങൾക്ക് സാധ്യത കൂടി. എത്ര വലിയ ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുക്കാം, അല്ലാത്ത ലിസ്റ്റ് അൺനോൺ പല ഗ്രൂപ്പുകൾ, പല ആൾക്കാരും എന്ന് ചോദിച്ചാൽ എൻ്റെ ഫോണിൽ ഇടയില്ലെന്ന് പറയും, എന്നാൽ ആരും പരിചയമില്ലെന്ന് പറയും. വിരോധാഭാസമാണ്, കോൺട്രഡിക്ടറിയാണ് പല ആൾക്കാരും പറയുന്നത്. അതായത് എൻ്റെ ഫോണിൽ ഇനി ഒരു ഇടയില്ല, മൊബൈൽ ജാം ആവുക എന്ന് പറയും. തൊട്ടടുത്ത സെക്കൻഡിൽ പറയും എനിക്കാരും പരിചയമില്ല, ഒരു കോൺടാക്റ്റും ഇല്ലെന്നും പറയും. ഇത് വിരോധാഭാസമാണ്. അപ്പോൾ നമ്മൾ കോൺടാക്റ്റുകൾ ഫോണിൽ ഇഷ്ടം പോലെ ഉണ്ട്, അതെടുക്കുക. അല്ലാതെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, പല വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, പുതിയ കോൺടാക്റ്റുകൾ ഉണ്ടാക്കുക. സോഷ്യൽ മീഡിയ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. പലരും സോഷ്യൽ മീഡിയ ഞാൻ എപ്പോഴും ലിക്കർ ബിസിനസ്സുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ലിക്കർ നാശമാണെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ബാറ് നാശമാണ്, കള്ള് കുടിച്ച് നശിക്കുന്ന 99% ആൾക്കാരെ നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ 1% ആൾക്കാർ കള്ള് വെച്ചിട്ട് ഭയങ്കര ബിസിനസ് ഉണ്ടാക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് വളരുന്നുണ്ട്. ബാറ് നടത്തുന്ന പല ആൾക്കാരും ജീവിതത്തിൽ അവർ ഒരു പെഗ് പോലും കഴിക്കാത്തവരും, ഷാപ്പ് നടത്തുന്ന ഒരാൾ എനിക്കറിയാം, 6 ഷാപ്പുണ്ട്, ഒരു ഗ്ലാസ് പോലും കുടിക്കുകയില്ല. പക്ഷേ അവർക്ക് നാട്ടിൽ കുടിക്കുന്ന ഒരു ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെന്നറിയാം. അവർക്ക് കള്ള് വിറ്റ് ഒരു കാശുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കള്ളാണോ പ്രശ്നം? അല്ല, കാരണം ആരുടെ കയ്യിൽ കള്ളിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം, അത്രയേ ഉള്ളൂ. അപ്പോൾ സോഷ്യൽ മീഡിയ ഇതുപോലെ അവസരങ്ങളുടെ ഒരു സാധനമാണ്. അത് ആരുടെ കയ്യിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിച്ച് നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുക. കോമാളിത്തരങ്ങളും വെറും തമാശകൾ ഷെയർ ചെയ്യാനുള്ള ഒരു സാധനമായിട്ട് മാറാതിരിക്കുക. നമ്മളെ ആൾക്കാർ വിലയിരുത്തുന്നുണ്ട്, നമ്മൾ ഷെയർ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഒരു ഷെയർ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലെവൽ ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ നോൺസെൻസുകൾ ഷെയർ ചെയ്യുകയും ചുമ്മാ ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ക്ലബ്ബിൽ നമ്മളെ പെടുത്താതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. എല്ലാ മീറ്റിംഗും അറ്റൻഡ് ചെയ്യുക, ഒരു നല്ല ലിസ്റ്റ് ഉണ്ടാക്കുക. അറിയാവുന്നവരെ, അറിയാൻ മേലാത്തവരൊക്കെ അതിനുവേണ്ടി ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. നല്ല കൂടുതൽ ആൾക്കാരെ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജി, മോട്ടിവേറ്റഡ് ആയിട്ട് നീഡി ആയിട്ടുള്ള ആവശ്യങ്ങളുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തുക. മോട്ടിവേഷൻ, അതായത് ഭാവിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറയുന്ന തരത്തിലുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, നമ്മളെപ്പോലെ കുറേ ആൾക്കാരെങ്കിലും ഈ ലോകത്തുണ്ടാവില്ലേ? ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. അല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളെപ്പോലെ കുറേ ആൾക്കാരെങ്കിലും ഈ ലോകത്തുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും, എന്തെങ്കിലുമൊക്കെ ആവണമെന്നും, എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യണമെന്നും, യാത്രകൾ പോകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ലോകത്തുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കുന്നതിനും വരെ എഫേർട്ടുള്ളൂ. പിന്നെ അവരാണല്ലോ ബിസിനസ് ചെയ്യുന്നത്. നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പഠിക്കുക, ആൾക്കാരോട് നല്ല ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മൾ മാക്ലേൺ എന്താണെന്ന് കൺവിൻസ് ചെയ്യാൻ പോവുകയല്ല ചെയ്യേണ്ടത്. അവരുടെ ഇപ്പോഴത്തെ നിലവിലെ ബിസിനസ് എങ്ങനെയുണ്ട്, ജോലി എങ്ങനെയുണ്ട്, ഹാപ്പിയാണോ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അവർ നീഡിയാണോ എന്ന് സ്കാൻ ചെയ്യുക. ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഡയഗ്നോസിസ് ആണ് കഴിവുള്ളൊരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഡയഗ്നോസിസ് ചെയ്യുന്ന ആളാണ്. ട്രീറ്റ്മെൻറ്റ് ഈസിയാണ്, ഡയഗ്നോസിസ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നല്ല ചോദ്യങ്ങൾ ആൾക്കാരോട് ചോദിക്കാൻ പഠിക്കുക, പോസിറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ജോലി എങ്ങനെയുണ്ട്, ബിസിനസ് ഉണ്ട്, അത് മാക്ലേൺ നല്ലതാണെന്ന് പറഞ്ഞൊന്നും എല്ലാവരും വരണമെന്നില്ല. അവരിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. അവരൊരിക്കലും ഉടനെ നല്ലതാണ്. നമ്മളുൾപ്പെടെ നമ്മളിപ്പോൾ ഈ ഒരു പുതിയ പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ആര് വന്നാലും നമ്മളിപ്പോൾ ഒന്നിനുമില്ലെന്ന് പറയും. സ്വാഭാവികമാണ്. അത് മറ്റേത് മോശമായതുകൊണ്ടല്ല, നമ്മളൊന്നിൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. ഇനി അത് അല്ലാതെ വേറെ എന്തെങ്കിലും ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യാതിരിക്കുന്ന സമയത്തേ പറ്റുള്ളൂ. പുതിയൊരു ബിസിനസ് തുടങ്ങി, അല്ലെങ്കിൽ പുതിയൊരു ജോലിയിൽ കയറി ചിലപ്പോൾ അന്നേരം അവർ വരികയെന്ന് നല്ല അർത്ഥം. അപ്പോൾ അവരെ അടുത്ത സ്റ്റേജിലേക്ക് വരും. ചില ആൾക്കാർ ഇമ്മീഡിയറ്റ് ആയിട്ട് വരും, നീടുള്ളവർ. അല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ പയ്യേ വരുള്ളൂ. ഇനി അവർക്ക് കണ്ടകശനിയാണെങ്കിൽ എത്ര നല്ലതാണെങ്കിലും മനസ്സിലാകത്തില്ല. അപ്പോൾ നമ്മൾ ജാതകത്തിലൊക്കെ വിശ്വസിക്കുന്നവർക്കറിയാം. നമ്മൾ എന്നിട്ട് കണ്ടകശനിയാണെന്ന് പറയും. കണ്ടകശനിയാണെന്നുണ്ടെങ്കിൽ ഏത് നല്ല കാര്യം പറഞ്ഞാലും സ്വന്തം അമ്മ പറഞ്ഞാൽ പോലും അവന് വിശ്വാസം കാണിയല്ല. സ്വന്തം അമ്മ പറഞ്ഞാൽ പോലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നവരെ കണ്ടിട്ടില്ല, അമ്മയായിട്ട് വഴക്ക് പിടിച്ച്. കാരണം അവർ കണ്ടകശനിയാണെങ്കിൽ പിന്നെ നമ്മളിത് പറഞ്ഞ മാക്ലേൺ നല്ലതാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമുണ്ടോ? അപ്പോൾ അത് അവരുടെ വഴിക്ക് വിടുക എന്നുള്ള ആ ഫ്രീഡം കൊടുക്കുക. തൽക്കാലം അങ്ങനെ പോട്ടെന്ന് വിചാരിക്കുക. ഇനി നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പഠിക്കുക. പ്രസൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ അവരൊന്നും പ്രസൻറ്റ് ചെയ്യുന്നില്ല, എനിക്ക് അറിയാൻ പറ്റുന്ന പലരും പറയാറുണ്ട്. 10 മിനിറ്റിൽ ഏറ്റവും ഷോർട്ടായിട്ട് ഇതെന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ പഠിക്കുക. വളരെ ഏറ്റവും ചെറുത്. എന്നുപോലാണ് നമ്മുടെ ബിസിനസ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഇതിൽ രജിസ്റ്റർ ചെയ്ത ഡേറ്റ് മൂലമല്ല. പല ആൾക്കാരും പറയാറുണ്ട് ഞാൻ തുടങ്ങിയിട്ട് 2 മാസമായിരുന്നു. എപ്പോഴാണോ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഒരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നിങ്ങളുടെ പാർട്ട്ണറാക്കുന്ന സമയത്താണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ ആരെങ്കിലും പറഞ്ഞ മീറ്റിങ്ങിൽ അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് ഒരാൾ വന്നാൽ നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാനിതുവരെ കഴിച്ചിട്ടുള്ള ആഹാരത്തിനകത്ത് ഏറ്റവും ടേസ്റ്റുള്ള ആഹാരം നമ്മൾ തന്നെ ചെറുപ്പത്തിൽ വെണ്ടത്തൈയും പാവലിൻ്റെ തൈയൊക്കെ നട്ടിട്ട് അത് വളർത്തിയിട്ട് അതേ നിന്നൊരു കാവറിച്ച് കറി വെച്ച് കഴിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളത്തോളം ടേസ്റ്റ് ഇതുവരെ ഒരു സാധനം കഴിച്ചിട്ടുണ്ടായിട്ടില്ല. കാരണം എന്താണ്? നമ്മുടെ അധ്വാനം, നമ്മുടെ വേർപ്പുകൊണ്ടുണ്ടാകുന്ന ഒരു സാധനം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ബിസിനസ് വളരുന്നത്. അപ്പോൾ നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവേ ഉള്ളൂ, കുഴപ്പമില്ല. അതൊന്നും കണ്ടിട്ടല്ല ആരും വരുന്നത്. നിങ്ങൾ പറയുന്നതിനകത്ത് കോൺഫിഡൻസ് തോന്നിയിട്ടാണ് നിങ്ങളുടെ ഒരു സുഹൃത്ത് വരുന്നത്. അല്ലാതെ പ്രസൻറ്റേഷനെ ഭംഗി കണ്ടിട്ടൊന്നുമല്ല. പ്രസൻറ്റേഷൻ ഈസ് ജസ്റ്റ് എ പ്രസൻറ്റേഷൻ, ജസ്റ്റ് ഒരു പ്രസൻറ്റേഷൻ മാത്രമാണ്. പ്രസൻറ്റേഷൻ കണ്ടിട്ട് ആരും വരികയില്ല.
നിങ്ങളുടെ കോൺഫിഡൻസ് ഞാനല്ലേ പറയുന്നത് കൂടെ നിൽക്ക് എന്ന് പറയുന്നൊരു സാധനത്തിലാണ് ഒരാൾ തീരുമാനം എടുക്കുന്നത്. കാരണം ആൾക്കാർക്ക് കോൺഫിഡൻസ് ഇല്ല. ആൾക്കാരുടെ കോൺഫിഡൻസ് എല്ലാവരോടും കൂടി കളഞ്ഞിരിക്കുക. വീട്ടുകാരും നാട്ടുകാരും സ്കൂളും കോളേജും എല്ലാം കൂടി ഇവരുടെ ജീവിതത്തിൽ കോൺഫിഡൻസ് മുഴുവൻ കളഞ്ഞിട്ടിരിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു വലിയ ആനയെ പലപ്പോഴും ചെറിയ തുടലേലാണ് കെട്ടാറ്, കുഞ്ഞാനെ വലിയ തുടലേ കിട്ടും. കാരണം കുഞ്ഞാനെ ആരും കണ്ടീഷൻ ചെയ്തിട്ടില്ല. കുഞ്ഞാനെ എപ്പോഴും ശ്രമിക്കും അവൻ ഓടാൻ. കാരണം അവന് ഫ്രീ ആയിട്ട് നടക്കാവുന്നൊരു വിശ്വാസം അവനുണ്ട്. വലിയ ആന ശ്രമിക്കത്ത് പോലുള്ളൂ. കാരണം അവനെ കെട്ടിയിട്ട് പാപ്പന്മാർ തല്ലിയും കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. നീ ശ്രമിച്ചാലും നടക്കുകയില്ല, നിന്നെക്കൊണ്ട് ഇവിടെ ഇത് പൊട്ടിക്കാൻ പറ്റില്ലെന്ന് കണ്ടീഷൻ ചെയ്തുകൊണ്ട് പിന്നെ ഒരു ചെറിയൊരു ഇതായാലും മരത്തെ വേണേൽ കെട്ടിയിട്ടാൽ ആനയൊന്നും വലിക്കത്ത് പോലുമില്ല. മതം പൊട്ടുമ്പോഴൊക്കെ മാത്രമേ വലിക്കുള്ളൂ, അല്ലെ വലിക്കത്തില്ല. കാരണം അത് കണ്ടീഷൻ ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാരെയും വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ കണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഈ സാധാരണക്കാരൻ ഓർഡിനറി ആയിട്ട് ജനിച്ചു, എന്നാ പറയാനാണ്, നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ ആയതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണെന്ന് പറഞ്ഞ് കണ്ടീഷൻ ചെയ്തിട്ടിരിക്കുക. നമ്മുടെ ഈ ലോകത്ത് എല്ലാവരും അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരായിട്ടാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ ആൾക്കാരും അത്ഭുതങ്ങളാണ്. ആ അത്ഭുതമാണ് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഒരു ലൈഫേ ഉള്ളൂ, അത് എക്സ്പ്ലോർ ചെയ്യുക, മാക്സിമം അതിൻ്റെ ഫുള്ളസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. മാക്സിമം ശ്രമിക്കുക, നമുക്കുള്ളതാണെങ്കിൽ നമ്മുടെ വരും, അല്ലെ പോട്ടെ. നമുക്കൊരിക്കലും കുറ്റബോധത്തോടു കൂടി മരിക്കരുത്. നമ്മൾ ശ്രമിക്കാവുന്നതിൻ്റെ മാക്സിമം ശ്രമിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാൻ. ബാക്കി ദൈവത്തിൻ്റെ വിട്ടു കൊടുത്തത് നമുക്ക് കിട്ടാനുള്ളതാണ് നമ്മുടെ വന്നോളും. മാക്സിമം ശ്രമിച്ചിട്ട് മാക്സിമം നമ്മൾ ചില ഇവരൊക്കെ കാണാമല്ലേ, ചില ക്രിക്കറ്റിലെ ബാറ്റ്സ്മാനൊക്കെ ലാസ്റ്റ് 36 റൺ വേണം, ആ കൂടി ഒരു ഓവർ മാത്രമേ ഉള്ളൂ, 6 ബോളേ ഉള്ളൂ, 6x6 അടിച്ച് ജയിക്കാനായിട്ട് ബാറ്റുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? ഈ ലെവലിൽ ജീവിതത്തിനെ കാണുക, അടിക്കുക, അത്രേ ഉള്ളൂ. വേറെ അതിനകത്ത് അത് ലാസ്റ്റ് ബലം വരട്ടെ, അത് അന്നേരം എന്നിട്ട് നമുക്ക് കരയേണ്ട കാര്യമാണ്. നമ്മൾ തോറ്റിട്ടാണേലും 6x6 അടിച്ചിട്ട് അതിനിടയ്ക്ക് വെച്ച് പോയാലും ആ ബാറ്റ്സ്മാൻ തിരിച്ച് അഭിമാനത്തോടെ പോരുന്നത്. അയക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് അയാൾ ചെയ്തിട്ടാണ് പോകുന്നിരിക്കുന്നത്. അപ്പോൾ അത് മതി. ചില സമയത്ത് കയ്യിൽ നിന്ന് പോയെന്നിരിക്കും, ചില കളി തോറ്റുന്നിരിക്കും, ചില കളി ജയിച്ചെന്നിരിക്കും. പക്ഷേ എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയിരിക്കുന്നുള്ള ഇതോടെ ഒരിക്കലും ഒരു റിഗ്രറ്റോട് കൂടി, ഒരു നിരാശയോടുകൂടി പോകുന്ന ഒരാളായിട്ട് ഒരിക്കലും ഒരു ദിവസം പോലും നിരാശയോടെ കിടന്നുറങ്ങരുത്. ഒരു ദിവസം പോലും നമ്മൾ ഈ ജീവിതത്തിൽ എന്നെങ്കിലും നമുക്ക് എല്ലാം പാസ്പോർട്ടും വിസയൊക്കെ ക്യാൻസലായി പോകേണ്ട ആൾക്കാരാണ്. നിരാശയോടുകൂടി പോകേണ്ടത്. ഞാൻ എനിക്ക് ചെയ്യാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രമേ പോകാവുള്ളൂ. അങ്ങനെ ആയിരിക്കണം. അതിൻ്റെ ഒരു പട്ടിയുടെയും ഒരു ആമയുടെയും പട്ടിയുടെയും കഥ ഞാൻ പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു ആമയെ പട്ടി പിടിച്ചു, പട്ടിയെ എടുത്ത് കടിച്ച് കുടയുകയാണ്. അപ്പോൾ ലാസ്റ്റ് ആമയ്ക്ക് മനസ്സിലായി പട്ടിയുടെ വായിലായിപ്പോയി. ലാസ്റ്റ് ആമ പട്ടിയോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, എന്നെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വിടാവോ? അപ്പോൾ പട്ടി ചോദിച്ചു, എന്തിനാണ്? ഞാൻ ഒരു 5 മിനിറ്റ്, ഞാൻ എങ്ങും പോകത്തില്ല, നീ എന്നെ പിടിച്ചു, എനിക്ക് ഇനി ഓടാൻ പറ്റിയില്ല, എന്നെ കൊന്നോ കുഴപ്പമില്ല, 5 മിനിറ്റ് സമയം തരാമെന്ന് ചോദിച്ചു. എന്തിനാന്ന് ചോദിച്ചു. പുള്ളി പോയി ചെളിക്കകത്ത് കിടന്ന് ഉരുണ്ടിട്ട് തിരിച്ചു വന്നു. ഇനി എന്നെ കൊന്നോളാൻ പറഞ്ഞു. അതെന്തിനാ നീ ഇത് ചെയ്തത്? എൻ്റെ മക്കൾ നാളെ ഇവിടെ വരും, എൻ്റെ തോടൊക്കെ ഇവിടെ കിടക്കുന്ന കാണാൻ പറ്റും. അപ്പം ഞാൻ മാക്സിമം ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിന്നു, അതിന് ശേഷമാണ് ഞാൻ പരാജയം സമ്മതിച്ചെന്നായിരിക്കണം എൻ്റെ മക്കൾ എന്നെക്കുറിച്ച് ഓർത്തിരിക്കേണ്ടതെന്നാണ് ആ ആമ പറഞ്ഞത്. ഇതായിരിക്കണം സ്പിരിറ്റ്. മാക്സിമം ശ്രമിക്കുക. നല്ല ഓപ്പർച്യൂണിറ്റികൾ വരുമ്പോൾ നമ്മൾ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആൾക്കാർക്ക് കോൺഫിഡൻസ് കൊടുക്കുക, ഫോളോ അപ്പ് ചെയ്യുക. ആൾക്കാരുടെ പുറകെ നടക്കരുത്, ഒരാളുടെയും പുറകെ നടക്കേണ്ട കാര്യം. നമ്മൾ ഓഫർ ചെയ്യുന്നത് 9300 രൂപയ്ക്ക് അവരുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. പിന്നെ നമ്മൾ അവരുടെ പുറകെ നടക്കണോ? അവർ നമ്മുടെ പുറകെയാണ് നടക്കേണ്ടത്, ഒരാളുടെയും പുറകെ നടക്കരുത്. ഓപ്പർച്യൂണിറ്റി പറഞ്ഞു, അവർക്ക് നീഡുണ്ടോ എന്ന് ചോദിക്കുന്നു, അവർക്ക് വേണ്ട ക്ലാരിഫിക്കേഷൻ കൊടുക്കുക, വേണമെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ ഓക്കെ സാർ, സോറി സാർ, നോ പ്രോബ്ലം, നമുക്ക് വേറെ പരിപാടിയുണ്ട്, നമ്മൾ വേറെ അടുത്ത. കാരണം അവർ വന്നില്ലെങ്കിലും ഇപ്പം ആരെങ്കിലും വന്നില്ലെങ്കിലും ഞാനിത് ചെയ്യും. നിങ്ങളെ ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന പല ആൾക്കാരും അതേ ആറ്റിറ്റ്യൂഡ് തന്നെയായിരിക്കും. നമുക്കൊരു സാധനത്തിൻ്റെ ഡെപ്ത് മനസ്സിലായാൽ നമ്മൾ വിളിക്കുന്ന ആൾക്കാർ വന്നാലും വന്നില്ലെങ്കിലും നമുക്കറിയാം എന്താണെന്ന് ഡെപ്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവരുടെ പുറകെ നടക്കുന്നൊരു പരിപാടി ചെയ്യരുത്. ഓപ്പർച്യൂണിറ്റി കാണിച്ചു കൊടുക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ തീർത്ത് കൊടുക്കുക. ചില ആൾക്കാർ വെറുതെ പണിമുടക്കാണ്, അങ്ങനെയുള്ളവരുടെ ചുമ്മാ ഒഴിവാക്കി പോവുക, അതിൻ്റെ ആവശ്യമില്ല. അവർ പറയുന്ന ജെന്യൂനായിട്ടുള്ള സംശയങ്ങളുണ്ടാവും, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ജെന്യൂനായിട്ടുള്ള സംശയങ്ങൾ നാച്ചുറലി ഉണ്ടാവും. അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരിക്കും, ധൈര്യമായിട്ട് നിൽക്കും, നമ്മൾ ഒന്നിച്ചാണ് എന്ന് പറയാം. കാരണം ഇതിനകത്ത് ആരും മാക്ലാനുമായിട്ട് ബന്ധപ്പെട്ട് ആര് വളരണേലും നമ്മുടെ കൂടെ വരുന്ന ആളെ വളർത്തുമ്പോഴേ വളരുള്ളൂ, ഒരാളെ ചേർക്കുമ്പോഴല്ല. അവരെ വളർത്തി ഓരോ ലെവലും കിടക്കണമെങ്കിൽ നമ്മുടെ താഴെയുള്ളവരെ നമ്മളിരിക്കുന്ന പൊസിഷൻ കസേരയിലേക്ക് അടുത്ത ആളെ കൊണ്ട് ഇരുത്തിയാൽ മാത്രമേ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് മനസ്സിലായാൽ ബുദ്ധിയുള്ള ഒരാൾ എന്താ ചെയ്യുന്നത്? മുമ്പിൽ കയറി നിൽക്കും. ഞാനതാ ചെയ്യുന്നത്, മുമ്പിൽ കയറി നിൽക്കുക. കാരണം നമുക്ക് മനസ്സിലായി, പ്ലാൻ മനസ്സിലായി. കാരണം നമ്മുടെ മുകളിലുള്ള ആൾക്കാർക്ക് വളരണമെങ്കിൽ അവരിരിക്കുന്ന കസേരയിലേക്ക് അടുത്ത ആളെ പിടിച്ചിരുത്തിയാലേ പറ്റുള്ളൂ. എന്നാൽ പിന്നെ നമ്മളതിന് തയ്യാറായ പോരെ. കുറച്ച് കഴിഞ്ഞ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നമ്മുടെ സ്വന്തം പ്രയോറിറ്റി ചെയ്യണം. കാരണം ചില ആൾക്കാർ പറയും ഇപ്പം ചെയ്യേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞ് ചെയ്തോ. നിങ്ങൾക്ക് വരുമ്പം നമ്മൾ ഫ്രീ ആയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്കിപ്പോൾ ഫ്രീ ടൈം ഉണ്ട്, അതുകൊണ്ടാണ് പലരും വിളിക്കുന്നത്. നിങ്ങളെ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്കിപ്പോൾ ഫ്രീ ടൈം ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ, അതുകൊണ്ടാണ് വിളിക്കുന്നത്. കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾ വിളിക്കുമ്പം നാളെ വിളിക്കട്ടോ എന്ന് പറയുന്നൊരവസ്ഥ വരും. ഇതൊക്കെയാണ് ഈ ഇൻഡസ്ട്രി നടക്കുന്നത്. ആദ്യം മനസ്സിലാക്കാതെ അറിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാമെന്ന് പറയുന്നത്. കുറച്ച് കാലം കഴിയുമ്പം നിങ്ങളിപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പറയും ഞാൻ പറയാമെന്ന് പറയേണ്ടി വരും. കാരണം അവരുടെ ലെവൽ മാറി. അവർ പിന്നെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നവരെ
അവർ സ്പോൺസർ ചെയ്യുന്നുള്ളതെന്ന് വിചാരിക്കും. നമ്മളെപ്പോലെ നമ്മൾ തട്ടി എല്ലാ ദിവസവും രാവിലെ മോട്ടിവേഷണൽ കോള് ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യുന്നുള്ളവരെ വേണ്ടെന്ന് വെക്കും. ചൂസ് ചെയ്യാവും, സ്വാഭാവികമായിട്ടും ചൂസ് ചെയ്യാവും. നമുക്ക് പറ്റുന്ന സ്വന്തമായിട്ട് ഇത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നവരെ മതി എന്നൊരു തീരുമാനം എടുത്താൽ പിന്നെ നമുക്ക് ഈ അവസരം കാണത്തില്ല. ഓക്കെ, അപ്പോൾ അപ്ഡേറ്റ് എല്ലാ പുതിയ കാര്യങ്ങളും നമ്മൾ അവരെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പുതുതായിട്ട് ഒരാൾ ഇപ്പം തുടങ്ങിയില്ലെങ്കിലും അവരെ ഉപേക്ഷിക്കാതിരിക്കുക, അവരെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, റിസ്ക്. ഏതൊരു സംഭവത്തിലും നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് റിസ്ക്കാണ്. ഏത് കാര്യം എല്ലാവരും ചെയ്യുന്നത് റിസ്ക്കാണല്ലോ ചിന്തിക്കുന്നത്. റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിസ്ക് എല്ലാത്തിനും. നമ്മൾ ജീവിച്ചിരിക്കുന്ന തന്നെ റിസ്ക് അല്ലേ? നാളെ രാവിലെ എഴുന്നേക്കൊന്ന് ഭയങ്കര റിസ്ക് അല്ലേ? റിസ്ക് ഉണ്ട്. റിസ്ക്കിനകത്ത് കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറയും. ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എടുക്കുന്നവരാണ് വലിയ ബിസിനസ്സുകാർ എല്ലാവരും തന്നെ. റിസ്ക് എന്താണ്? ഇത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക. ഇത്രയും നല്ലൊരു കാലഘട്ടത്തിന് യോജിച്ചൊരു ബിസിനസ് വന്നു, ഇത് ചെയ്താലുള്ള റിസ്ക് എന്താണ്, ചെയ്ത് ഡെവലപ്പ് ചെയ്തിലുള്ള റിസ്ക് എന്താണ്? ഞാനതാണ് ചിന്തിച്ചത്. നിങ്ങളുടെ കാര്യം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ചെയ്താലുള്ള റിസ്ക് എന്താണ്? ചിലപ്പോൾ ഈ 9,300 രൂപ പോയേക്കാം. ഇതാണല്ലോ ഇതിനകത്തെ റിസ്ക്. അതും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഒത്തിരി അറിവുണ്ടാക്കാൻ പറ്റും, അതൊക്കെ വേറെ കാര്യം. എന്നാൽ പോലും ഒരു ചെറിയ എലമെൻറ്റ് റിസ്ക് ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം. ഞാൻ ചെയ്തില്ലേലുള്ള റിസ്ക്കാണ്. ഇത്രയും ചെറിയൊരു മുതൽ മുടക്കിൽ ഇത്രയും വലിയ ലോകം മുഴുവൻ വ്യാപിപ്പിച്ചെടുക്കാവുന്ന ഇത്രയും വലിയൊരു ബിസിനസ്. മാത്രമല്ല, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഈ പല ആൾക്കാർക്കും അറിയാൻ മേലാത്ത ഇതിൻ്റെ ബിസിനസ്സിൻ്റെ മാഗ്നിറ്റ്യൂഡൊന്നും നമുക്ക് ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റിയില്ല. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു ലോക്ക്ഡൗൺ, ഇപ്പോൾ നമ്മൾ കണ്ട ലോക്ക്ഡൗൺ, ഇന്ത്യ ലോക്ക്ഡൗൺ ആയെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ യൂറോപ്പിൽ ലോക്ക്ഡൗൺ ആയില്ലെന്ന് വിചാരിക്കുക, ഈ ബിസിനസ് നടക്കും. പൂട്ടിയിട്ടാലും യൂറോപ്പിൽ നിങ്ങളുടെ താഴെ ആൾക്കാരുണ്ടാവും. അവർ വർക്ക് ചെയ്യുമ്പോൾ കാശ് ഇവിടെ അക്കൗണ്ടിൽ വരും. ഞാനിത് എൻജോയ് ചെയ്തിട്ടുള്ള ഒരാൾ, അതുകൊണ്ടാണ് പറയുന്നത്. ദുബായിൽ ബിസിനസ് നടന്നാൽ മതി. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ദുബായ് ബിസിനസ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ് കിട്ടും. ഇതൊക്കെ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി പറയുമ്പോൾ? അതായത് ഇത് നോർമൽ, കാരണം ഇത് നമ്മുടെ ചിന്തകൾക്ക് അതീതമായ ഒരു ബിസിനസ്സാണ്. അതായത് കംപ്ലീറ്റ് വെർച്വലാണ്, ലോകം മുഴുവൻ നടക്കുന്നൊരു സാധനമാണ്. ഒരു പ്രാദേശികമായൊരു ബിസിനസ്സല്ല. നിങ്ങൾ ഒരു 50 കോടിക്ക് ഒരു സ്വർണ്ണക്കട നിങ്ങൾ തുടങ്ങിയെന്ന് വിചാരിക്കുക. ആ ഏരിയ സുനാമി വന്നാൽ നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കും. സ്വർണ്ണക്കടയ്ക്കൊന്നും പറ്റിയിട്ടില്ല, സുനാമി എടുത്ത് പോയിട്ടില്ല. പക്ഷേ ആ പ്രദേശത്തുള്ള ആൾക്കാരുടെ തൊഴിൽ പോയാൽ അവിടുത്തെ കടയിൽ കച്ചവടം വരുമോ? വരികയില്ല. മേടിക്കാൻ വരുന്ന ആൾക്കാരുടെ പൈസ വേണ്ടേ? അതേ സ്ഥാനത്ത് ഇത് ചെയ്താൽ നിങ്ങൾക്ക് പേടിക്കേണ്ട. അതിനേക്കാൾ 50 കോടി രൂപ മുടക്കി ഒരു ഗോൾഡിൻ്റെ ഷോപ്പോ അല്ല 100 കോടി രൂപ മുടക്കി പ്രാദേശികമായിട്ട് ബിസിനസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അസറ്റും സെക്യൂരിറ്റിയും. ഇനിയുള്ള കാലത്ത് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥലമോ കെട്ടിടമൊന്നുമല്ല, വെർച്വൽ അസറ്റാണ് ഇനിയുള്ള കാലത്ത് ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. കാരണം അത് മറ്റ് കൊറോണയോ അല്ലെങ്കിൽ പ്രളയമോ ഇതൊന്നും വന്നാൽ എടുത്തു പോകത്തില്ല. ഈ ലോകത്തിൻ്റെ ഏത് മൂലയിൽ ആൾക്കാർ ബിസിനസ് ചെയ്താലും നമ്മുടെ അക്കൗണ്ടിൽ പൈസ കിട്ടും. ഇനീഷ്യലി ഉള്ളൊരു എഫേർട്ട് മാത്രമേ ഉള്ളൂ. അതും എഫേർട്ടെന്ന് തോന്നുമ്പോഴാണ്, വർക്കെന്ന് തോന്നുന്നത് എപ്പോഴാണ്? നമുക്കൊരു ബോറ് പരിപാടി ചെയ്യുന്നതിനാണ് വർക്കെന്ന് നമുക്ക് തോന്നാറുള്ളത്. നമ്മൾ ഹാപ്പിയായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയും ഒരാളും തളരാല്ലേ? ആരെങ്കിലും യേശുദാസ് പാട്ട് പാടി തളർന്നിട്ടുണ്ടോ? തളരുകയില്ല. സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് കളിച്ച് തളർന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തളരുകയില്ല. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നതുകൊണ്ടാണ്. എന്ന് പറയുന്ന പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് തളരും. ഏത് പാതിരാത്രിക്കും നമ്മൾ എനർജി ഉണ്ടായിരിക്കും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നതുകൊണ്ടാണ്. എന്ന് പറയുന്ന പോലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അത് മനസ്സിലാക്കിയിരിക്കുക. ലോകത്തെ 95% വെൽത്തും കൈകാര്യം ചെയ്യുന്ന വെറും 5% ആൾക്കാരാണ്. വെറും 5% ആൾക്കാരുടെ കയ്യിലാണ് ലോകത്തെ 95% സമ്പത്തും ഇരിക്കുന്നത്. അത് പണ്ടിനാലെ പോലല്ല. ഇപ്പോൾ എത്രയോ പുതിയ ആൾക്കാർ, ഒന്നുമില്ലായിരുന്ന ആൾക്കാർ ഈ ബ്രാക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. എത്രയോ ആൾക്കാർ. ഇന്ന് നമ്മൾ സാധാരണക്കാരെന്നൊക്കെ പറയുന്നത് അറിവില്ലാത്തവനാണ് സാധാരണക്കാർ. ടെക്നോളജി ഉപയോഗിക്കാത്തവരാണ് സാധാരണക്കാർ. ബാക്കി എല്ലാവരും അസാധാരണക്കാരാണ്. നമ്മൾ വലിയ വീട്ടിൽ ജനിച്ചുകൊണ്ടോ ഭൂസത്തുള്ള വീട്ടിൽ ജനിച്ചുകൊണ്ടൊന്നും ഇന്ന് റിച്ചാകുന്നില്ല. മനസ്സിലാക്കിയിരിക്കുക. അപ്പം വെൽത്ത് 95% വെൽത്തും 5% ആൾക്കാരുടെ കയ്യിലും. വെറും 5% വെൽത്തിന് വേണ്ടിയാണ് 95% ആൾക്കാരും കിടന്ന് വഴക്ക് പിടിച്ചുകൊണ്ട് കോമ്പറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം താഴത്തെ 5% ബ്രാക്കറ്റിലായിരിക്കും. പക്ഷേ 95% വെൽത്തും കൈകാര്യം ചെയ്യുന്ന 5% ആൾക്കാരിലേക്ക് ഉള്ളൊരു ഗേറ്റ് വേ ആണ് മാക്ലേൺ. ആ 95% വെൽത്തും കൈകാര്യം ചെയ്യുന്ന 5% ആൾക്കാരിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളുടെ ചോയ്സാണ്. ഇനി ഡോൺസ് ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ചെയ്യേണ്ട കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വിട്ടാലും ചെയ്യരുതെന്ന് പറയുന്ന ഒരു കാര്യം ഒരിക്കലും ചെയ്യാതിരിക്കുക. നമ്മൾ 4 നേരം ആഹാരം കഴിക്കണം എന്ന് പറയുന്നത് 3 നേരം ആയാലും 2 നേരം ആയാലും നമ്മൾ മരിച്ചു പോകില്ല. ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യാൻ പാടില്ല. ചെയ്താൽ നമ്മൾ തീർന്നു പോകും. ചെയ്യരുതെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കാരണവശാലും നിർത്തിയിട്ട് പോകാതിരിക്കുക, പിടിച്ച് നിൽക്കുക. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങളെ മാക്ലേണല്ല നിങ്ങൾ പിടിച്ച് നിൽക്കേണ്ടത്, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പിടിച്ച് നിൽക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഹുക്ക് ചെയ്യുക. ആ സ്വപ്നങ്ങൾ തൂങ്ങിക്കിടക്കുക. നിങ്ങളുടെ ബന്ധുക്കളും വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും നടക്കില്ല, നിന്നെക്കൊണ്ട് പറ്റിയല്ല, അവരെല്ലാം കല്ലെറിയും. ഈ കല്ലെറിയാതെ ഒരാളും ജീവിതത്തിൽ വളർന്നിട്ട് വലിയ ലെവലിൽ വളർന്നിട്ടില്ല. അല്ലാത്ത ആൾക്കാരൊക്കെ ഓർഡിനറി ആയിട്ട് ജീവിക്കും.
ചോക്ലേറ്റ് ബോയ്സ് ആയിട്ട് ജീവിക്കാം, ഇതൊന്നും ആവശ്യമില്ല. നിങ്ങൾ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോകണമെങ്കിൽ ഈ എയർ മേടിക്കാതെ സാധിക്കില്ല. അപ്പോൾ ഈ എറിയുന്നതൊക്കെ നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഒരു കാരണവശാലും നിങ്ങളുടെ ഡ്രീം സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് പോകുന്ന ഒരാളായിട്ട് മാറരുത്. അങ്ങനെ നിങ്ങളെ നിങ്ങളുടെ അടുത്ത തലമുറ അറിയരുതെന്ന് തീരുമാനിക്കുക. രണ്ടാമത്, ഒരു കാരണവശാലും നെഗറ്റീവായിട്ട് സംസാരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്. അത് ഉണ്ടെങ്കിൽ ഏതെങ്കിലും കൺഫ്യൂഷൻ വന്നാലും നിങ്ങളുടെ സീനിയേഴ്സിനോട് സംസാരിക്കുക. നിങ്ങളെക്കാളും എക്സ്പീരിയൻസ് ഉള്ള, നിങ്ങളെ ഒന്ന് പമ്പപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളോട് മാത്രം സംസാരിക്കുക. ചില സമയത്ത് ഏത് ബിൽഗേറ്റ്സ് ആണെങ്കിൽ പോലും ചില സമയത്ത് ഡീമോട്ടിവേഷൻ ഉണ്ടാവും. അല്ലാതെ അവർ ആ ലെവലിലാണോ എന്ന് വെച്ചുകൊണ്ട് എപ്പോഴും ഇങ്ങനെ തിളച്ച് നിൽക്കുന്നില്ല. മോഹൻലാൽ, മമ്മൂട്ടി അവരെപ്പോഴും ഇങ്ങനെ തിളച്ച് നിൽക്കുന്നില്ല. അവർക്കും ഡീമോട്ടിവേഷൻ ഏത് ലെവലിലും ഉണ്ടാവും. പക്ഷേ ആ സമയത്ത് അവരെ എനർജൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ മെക്കാനിസംസ് ഈ വലിയ ലെവലിൽ സക്സസ് ആയിട്ടുള്ള പല ആൾക്കാരും അവർ സ്വയം ഒരു മെക്കാനിസം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും. ഒരു പക്ഷേ ചിലപ്പോൾ 2 ദിവസത്തേക്ക് ഔട്ടിങ് ചുമ്മാ യാത്ര ചെയ്യുന്നതായിരിക്കാം. അവരെക്കാളും എനർജി കൂടിയ ഒരാളുമായിട്ട് കുറച്ച് നേരം സംസാരിക്കുന്നതായിരിക്കാം. അല്ലെ അവരെക്കാളും എനർജി കൂടിയ ആൾക്കാരുടെ അടുത്ത് പോയി ഒരു കോഫി കുടിച്ച് 2 മണിക്കൂർ ഇരിക്കുന്നതായിരിക്കും. അങ്ങനത്തെ മെക്കാനിസംസ് നിങ്ങൾ സ്വയമായിട്ട് കണ്ടെടുത്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു കാരണവശാലും നിങ്ങളുടെ ടീമിലുള്ളവരോടും താഴെയുള്ളവരോടും മറ്റുള്ള ആൾക്കാരോടും നെഗറ്റീവായിട്ട് കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട് അവരും രക്ഷപ്പെടിയല്ല, നമ്മളും രക്ഷപ്പെടിയല്ല. പിന്നെ നമ്മളെ നെഗറ്റീവായിട്ടേ ആൾക്കാർ കാണുള്ളൂ. ജീവിതത്തിൽ ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ്. പ്രതീക്ഷ കൊടുക്കാത്ത ഒരാളും നമ്മൾ അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. ഒരാളുടെ ജീവിതത്തിലെ പ്രതീക്ഷ നശിപ്പിച്ച് കളയുക അതിനപ്പുറം ഒരു ദ്രോഹം നമ്മൾ ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക. എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ചിലപ്പം വീട്ടിൽ നിന്ന് പോലും നെഗറ്റീവ് സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. ഒരു സേഫ് ഡിസ്റ്റൻസ് എപ്പോഴും എടുക്കുക. എന്താണ് നമ്മൾ സേഫ് ഡിസ്റ്റൻസ് പറയുക? ഇപ്പോൾ ആനയുടെ അടുത്ത് പോയി നിൽക്കുകയാണെങ്കിൽ, ഒരു പട്ടിയുടെ അടുത്ത് പോവുകയാണെങ്കിൽ നമ്മൾ സേഫ് ഡിസ്റ്റൻസ്, നമ്മൾക്ക് കടി കിട്ടാതിരിക്കാൻ നമ്മൾ നോക്കണം. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള നമ്മളെ പിടിച്ച് മുക്കുകയാണ്, നമ്മളെ പ്രതീക്ഷകൾ കളയുന്ന ആൾക്കാരിൽ നിന്ന് ഒരു കൈ അകലം നമ്മളെപ്പോഴും സൂക്ഷിക്കുന്ന രീതി ഉണ്ടാകും. ഇതാണ് ഡോൺസ് എന്ന് പറയുന്നത്. ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത്. ഇത് ചെയ്യാതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഔട്ടാണ്. അപ്പം നമ്മൾ ഇന്ന് ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി, ഈ പ്രോഗ്രാം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.